നമ്മുടെ കർത്താവും ഏകരക്ഷിതാവുമായ ശ്രീ യേശു ക്രിസ്തുവിൻ്റെ നിസ്സീമമായ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. കൊല്ലിയോട് ബ്രദറൻ സഭ ദൈവകൃപയിൽ ആശ്രയിച്ച് ഇന്ന് മുതൽ കർത്താവ് അനുവദിച്ചാൽ വരുന്ന ഞായറാഴ്ച വരെ 3 ദിവസങ്ങളിലായിട്ട് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന ബൈബിൾ ക്ലാസ്സുകളുടെ ആരംഭ ദിവസമായ ഇന്ന് ഇത്രയും സഹോദരീ സഹോദരന്മാർക്ക് ഒരുമിച്ച് കൂടുന്നതിന് ഇടയായതിൽ സന്തോഷിക്കുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത്ര മനോഹരമായ നിലയിലുള്ള ഒരു ആത്മീയ ശുശ്രൂഷ പ്രാർത്ഥനയോടെ ക്രമീകരിക്കുന്നതിന് ഇവിടെയുള്ള സഭ അതിനുവേണ്ടി പ്രത്യേകാൽ പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്തു എന്നുള്ളതിൽ അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അതുമാത്രമല്ല, ഈ യോഗങ്ങളിൽ നല്ല ഗാനങ്ങൾ പാടിയ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കായി, ഇവിടെയുള്ള സൺഡേ സ്കൂൾ വിദ്യാർത്ഥിനികൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ യോഗത്തിന് നേതൃത്വം വഹിച്ച് അധ്യക്ഷത വഹിക്കുന്ന അനുഗ്രഹീതനായ VK ജോയ് സാറ്, അതുപോലെ ഇതിൻ്റെ മറ്റ് ക്രമീകരണങ്ങൾ ചെയ്യുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ പ്രോഗ്രാം റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയ ജോളി സാറ്, അങ്ങനെ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആരംഭ ദിവസത്തിൻ്റെ ചില പരിമിതികൾ ഇന്ന് നമുക്ക് ആരംഭത്തിൽ ഉണ്ടായി, എങ്കിലും അതെല്ലാം മാറി ഒരു നല്ല അന്തരീക്ഷം കർത്താവ് തന്നതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വിശേഷാൽ പുറത്തുനിന്നും ഇന്ന് ഈ ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന സഹോദരങ്ങളെ ഓർത്ത് വിശേഷാൽ ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങൾ വന്ന് പങ്കെടുക്കുന്നതിലുള്ള നന്ദിയും കർത്താവിൻ്റെ നാമത്തിൽ അറിയിക്കുകയും ചെയ്യുകയാണ്. ഇവിടെയുള്ള സഭ കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഈ വർഷമാണോ കഴിഞ്ഞ വർഷമാണോ, KC ജോൺസൺ ഒരു 5-8 മാസങ്ങൾക്ക് മുമ്പ് ഒരു ബൈബിൾ ക്ലാസ് ഇവിടെ നടത്തുകയുണ്ടായി. ഡോക്ടർ KC ജോൺസൺ അവറുകളാണ് അടിസ്ഥാന ഉപദേശങ്ങൾ എന്നുള്ള പേരിൽ 3 ദിവസത്തെ ബൈബിൾ ക്ലാസ് ഇവിടെ നടന്നു. അപ്പോൾ അധികം താമസിയാതെ വീണ്ടും ആ വിഷയത്തോട് ചേർന്ന് അതിനകത്തുള്ള 3 പ്രധാനമായ വിഷയങ്ങൾ വീണ്ടും പഠിക്കാനായിട്ട് അവസരമുണ്ടാക്കിയതിൽ സന്തോഷമുണ്ട്. അപ്പോൾ ആ വിഷയത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. നമ്മൾ ഈ 3 ദിവസങ്ങളിലായിട്ട് ഇവിടെ ചിന്തിക്കുവാൻ പോകുന്ന വിഷയം ഇതിനകം നിങ്ങൾക്ക് മനഃപ്പാഠമാണ്. രക്ഷ, സ്നാനം, വേർപാട്. ഇതാണ് ഈ 3 വിഷയങ്ങളുമാണ് 3 ദിവസങ്ങളിലായിട്ട് നാം ചിന്തിക്കുന്നത്. നമ്മുടെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് നമ്മൾ രക്ഷ എന്ന വിഷയമാണ് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. നാളെ സ്നാനം എന്നുള്ള വിഷയവും ഞായറാഴ്ച 3-ാമത്തെ ദിവസം വേർപാട് എന്നുള്ള വിഷയവുമാണ് പറയണം എന്ന് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വിഷയമെന്ന് പറയുന്നത് എല്ലാവർക്കും സുപരിചിതമാണ്. എനിക്ക് തോന്നുന്നത് ക്രൈസ്തവ ലോകത്ത് ഇത്ര പ്രചാരമുള്ള ഒരു വിഷയം വേറെ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടതാണ്. അത്രത്തോളം എല്ലാവരുടെയും മനസ്സിലിങ്ങനെ നിറഞ്ഞ് നിൽക്കുന്ന, പരിചയമുള്ള, എപ്പോഴും നമ്മൾ ഉദ്ധരിക്കാറുള്ള, പരസ്പരം പറയാറുള്ള ഒരു വിഷയമാണ് രക്ഷ, രക്ഷ, രക്ഷ എന്നുള്ള ഈ വാക്ക്. ഇത് ക്രൈസ്തീയ വിശ്വാസ സംബന്ധമായിട്ട് അതീവ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. ഈ രക്ഷ എന്ന വിഷയമാണ് ബൈബിളിലേക്ക് ഏറ്റവും വലിയ വിഷയമെന്ന് പറയേണ്ടതാണ്. എല്ലാ വിഷയങ്ങളും പ്രാധാന്യമുള്ളതാണ്, മുഖ്യമായ വിഷയങ്ങളാണ് എന്ന് വരികിലും ഈ വിഷയം മറ്റ് വിഷയങ്ങളെക്കാളൊക്കെ ഒരു പടി കൂടെ മുമ്പിലാണ്, മുഖ്യമാണ്. കാരണം ഈ വിഷയമില്ലെങ്കിൽ മറ്റ് വിഷയങ്ങളൊന്നുമില്ല. ഈ വിഷയത്തെ ആശ്രയിച്ചിരിക്കുന്നു മറ്റ് വിഷയങ്ങളെല്ലാം. ഒരു വ്യക്തി ജനിക്കാത്ത ഒരു കുഞ്ഞിന് വേണ്ടി ഇവിടെ എന്തെങ്കിലും ചെയ്തിട്ട് ഒരു കാര്യവുമില്ലല്ലോ. അപ്പോൾ ആ നിലയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെപ്പോലെ ഒരു ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് ഈ രക്ഷ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രാധാന്യം അതിലേറെയാണ്. ഞാനത്
വഴിക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് കരുതുന്നു. ഇവിടെ പറഞ്ഞതുപോലെ ഇതൊരു ക്ലാസ്സാണ്, നമ്മളൊരു പ്രസംഗമല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പ്രബോധനമല്ല ചെയ്യുന്നത്. ഈ വിഷയം സംബന്ധിച്ച് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ നമ്മൾ വായിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണ്, അതിൻ്റെ പൊരുളുകൾ നമ്മൾ തിരിക്കുവാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം എന്ന്, അത് പഠിക്കണമെന്ന താല്പര്യത്തോടെ ഇരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഇതിനകത്ത് കൂടിയിരിക്കുന്ന ആരെങ്കിലും ഒരാൾ ഇതുവരെ ഈ പറഞ്ഞ രീതിയിലുള്ള രക്ഷ പ്രാപിച്ചിട്ടില്ലെങ്കിൽ അവർ രക്ഷ പ്രാപിക്കുന്നതിന് ഈ യോഗം മുഖാന്തരമായെങ്കിൽ എത്രയോ നന്നായി, ദൈവത്തിന് സ്തോത്രം. ഇനി രക്ഷിക്കപ്പെട്ടവരായ ആളുകൾക്ക് ഈ വിധത്തിൽ ഞാൻ രക്ഷിക്കപ്പെട്ടല്ലോ എന്ന് ഓർത്ത് സ്തോത്രം ചെയ്യുന്നതിനും ആ രക്ഷയുടെ പരിജ്ഞാനത്തിൽ തുടർന്ന് മുമ്പോട്ട് പോകുന്നതിനും ഇത് ഉതകണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹവും പ്രാർത്ഥനയും. അതിന് കർത്താവ് സഹായിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വിശദീകരണത്തിലേക്ക് വരികയാണ്. ഈ വിഷയം മറ്റെല്ലാ വിഷയങ്ങളെക്കാളും അതീവ പ്രാധാന്യമുള്ളതെന്ന് പറഞ്ഞല്ലോ. അതിന് 3 വാക്യങ്ങൾ ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം, ഇതിൻ്റെ പ്രാധാന്യതയെ വ്യക്തമാക്കുന്ന 3 വാക്യങ്ങൾ. ഒന്ന്, തീമോഥെയോസിൻ്റെ 1-ാം ലേഖനം 2-4 വാക്യം. അതിനു മുമ്പേ ഒരു കാര്യം പറയാം. വാക്യം വായിക്കുന്ന വിഷയത്തിൽ ഇവിടെ ഇരിക്കുന്ന കൊച്ചുമക്കളോ അല്ലെങ്കിൽ സഹോദരിമാരോ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഇവിടെ മാസത്തിൽ ഒരു ദിവസം ഞാൻ വരുന്നുണ്ട്. അപ്പോഴറിയാം ഇവിടെ വാക്യം പറയുമ്പോൾ പെട്ടെന്നൊക്കെ എടുത്ത് വായിക്കുന്നത് ആരാണെന്ന്. അവർക്കൊരു പ്രോത്സാഹനമായിട്ട് പറയുകയാണ്. ഈ 3 ദിവസങ്ങളും ചിലപ്പോൾ നാളെ പറഞ്ഞില്ല എന്ന് വരും. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, വായിക്കണം. ഒരു മത്സര ബുദ്ധിയോടെ ആർക്കും ആരെയും നോക്കിയിരിക്കാതെ കിട്ടുന്നവർ അതൊന്ന് വായിക്കുകയും അതൊരു ശുശ്രൂഷയാണ്. ഇത് വാക്യം വായിക്കുന്നവരും അത് കേൾക്കുന്നവരും പ്രമാണിക്കുന്നവരും ആരാ? ഭാഗ്യവാന്മാർ. അതുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളെ, സഹോദരിമാരെ, പൊതുസഭയിൽ ഒരു വാക്യം വായിപ്പാൻ കിട്ടുന്നത് ഭാഗ്യമാണ്. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന മഹാഭാഗ്യമാണ്. ആ നന്മ നിങ്ങളുടെ നന്മയായിട്ട് കുടുംബത്തിന് തീരട്ടെ. ആട്ടെ, നമുക്ക് വായിക്കാം. 1 തീമോഥെയോസ് 2-4 വാക്യം. കൊള്ളാം. നാളെയും വരണം കേട്ടോ, മറ്റന്നാളും വരണം, വായിക്കണം. കണ്ടോ എത്ര നന്നായിട്ട് ആ വാക്യം നമ്മൾ വായിച്ച് കേട്ടത്. വാക്യം കേട്ടല്ലോ. അവനെന്ന് അവിടെ പറഞ്ഞേക്കുന്നത് ദൈവം, ത്രിയേക ദൈവത്തിൻ്റെ ആദ്യത്തെ ആളത്വമാണ് ദൈവം എന്ന് പറയുന്നത്. നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്ന ഇങ്ങനെയാണല്ലോ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അതിൽ പിതാവായ ദൈവത്തെയാണ് അവിടെ പരാമർശിക്കുന്നത്, അവൻ എന്ന പ്രയോഗത്തോടുകൂടെ തുടങ്ങുന്നത്. അപ്പോൾ പിതാവായ ദൈവം സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാനും ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നു. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ ഉത്കമലമായ ആഗ്രഹമാണ്, അടങ്ങാനാവാത്ത ആഗ്രഹമാണ്. എല്ലാം ആരെങ്കിലും കുറച്ചുപേർ രക്ഷിക്കപ്പെടണമെന്നല്ല, പിന്നെ സകല മനുഷ്യരും, കറുത്തവരും വെളുത്തവരും വിദേശത്തുള്ളവരും സ്വദേശത്തുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും ഇല്ലാത്തവരും പണക്കാരും പാവപ്പെട്ടവരും, എന്തിന് ആണും പെണ്ണും മുതിർന്നവരും കുഞ്ഞുങ്ങളും സകല മനുഷ്യരും രക്ഷിക്കപ്പെടണം എന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. കണ്ടോ? അപ്പോൾ ആ വിഷയത്തിൻ്റെ പ്രാധാന്യമല്ലേ, ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. കൊല്ലിയോട് സഭയ്ക്കും അത് തന്നെ ആഗ്രഹം. ഈ വചനം പറയുന്ന എനിക്കും അതാണ് ആഗ്രഹം. പാട്ടുപാടിയവർക്ക്, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അതാണ് ആഗ്രഹം. നമ്മളൊരു ഭവന സന്ദർശനം നടത്തിയാൽ അതിൻ്റെ പിമ്പിലുള്ള ആഗ്രഹം, അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ്യം എന്ന് പറയുന്നത് ഒരാളെങ്കിലും, നമ്മളൊരു പരസ്യയോഗത്തിന് പോയി പ്രസംഗിച്ചാൽ നമ്മുടെ ഉദ്ദേശ്യം അതാ, ഒരാളെങ്കിലും രക്ഷിക്കപ്പെടണം. അപ്പോൾ അങ്ങനെ എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. 2-ാമത്തെ വാക്യം, യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 34-ാമത്തെ വാക്യം നോക്കിക്കേ. യോഹന്നാൻ 5:34. നിങ്ങൾ രക്ഷിക്കപ്പെടുവാൻ അത്രേ ഇത് പറയുന്നത്. ഇതാരുടെ കാര്യമാ? ഇതാര് പറയുന്ന കാര്യമാ? നമ്മൾ ആദ്യം വായിച്ചത് ദൈവം
സകല മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാണ്. ഇതാര് പറയുന്നതാ? നിങ്ങൾ രക്ഷിക്കപ്പെടുവാൻ അത്രേ ഇത് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്നത് അതാരാ? ആരാ? കർത്താവ്, അത് യേശു ക്രിസ്തു. അപ്പോൾ പാപജഡം ധരിച്ച് ഉലകത്തിലേക്ക് വന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്നത് നിങ്ങൾ രക്ഷിക്കപ്പെടണം. അപ്പോൾ കർത്താവ് മനുഷ്യാവതാരം ചെയ്ത് ഉലകത്തിലേക്ക് വന്നത് നമ്മൾ രക്ഷിക്കപ്പെടണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ 1 തിമോഥെയോസ് 1:15 അറിയാമല്ലോ, ചേർന്നങ്ങ് പറയാം. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. ആ വന്ന യേശു ക്രിസ്തു പറയുകയാണ് നിങ്ങൾ രക്ഷിക്കപ്പെടുവാൻ അത്രേ ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ പിതാവിൻ്റെ ആഗ്രഹം, യേശു ക്രിസ്തുവിൻ്റെ ആഗ്രഹവും അല്ലെങ്കിൽ അവിടുത്തെ ഉപദേശവും പ്രാർത്ഥനയും പ്രസംഗവും ഒക്കെ നമ്മൾ രക്ഷിക്കപ്പെടണം എന്നത് തന്നെയാണ്. മൂന്നാമത് റോമാലേഖനം 10:1 വാക്യം. റോമാലേഖനം 10 അധ്യായത്തിൻ്റെ 1 വാക്യം നോക്ക്. സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണം എന്നുള്ളത് തന്നെ എൻ്റെ ഹൃദയ വാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള അഥവാ പ്രാർത്ഥനയും. കേട്ട വാക്യം മനസ്സിലായോ? സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് എൻ്റെ ഹൃദയത്തിൻ്റെ വാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയും. ഇതാരുടെ കാര്യമാ? ഇതാര് പറയുന്ന കാര്യമാ? അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അവർ യഹൂദന്മാർ അതോടൊപ്പം എല്ലാവരും അവർ രക്ഷിക്കപ്പെടണം എന്നാണ് എൻ്റെ ഹൃദയത്തിൻ്റെ താല്പര്യം. ഉലകം കണ്ട ഏറ്റവും വലിയ മിഷണറിയാണ് അപ്പോസ്തലനായ പൗലോസ്. ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളും ആരംഭകാലത്ത് തന്നെ സഞ്ചരിച്ച് സുവിശേഷ പര്യടനം നടത്തി ഭൂഖണ്ഡങ്ങളെ കർത്താവിന് വേണ്ടി ആദായപ്പെടുത്തിയ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അവർ രക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥനയും വാഞ്ചയും. ഇന്ന് ഈ സുവിശേഷ പ്രചരണ രംഗത്തുള്ള പല പ്രമുഖരായ ആളുകൾക്കും ആളുകൾ രക്ഷിക്കപ്പെടണമെന്നുള്ളതല്ല താല്പര്യം, മറ്റു പലതുമാണ്. നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ഈ പറയുന്നത്. ആളുകൾക്ക് രോഗശാന്തി ഉണ്ടാകാനാണ് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നത്. എന്നാൽ ധന്യനായ പൗലോസ് പറയുന്നത് അവർ രക്ഷിക്കപ്പെടണം. നിങ്ങൾക്കിത് മനസ്സിലാകുന്നല്ലോ. അപ്പോൾ നമ്മൾ രക്ഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയാൻ വരുന്ന ഭാഗം വിടുകയാണ്. 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. 1, പിതാവായ ദൈവത്തിൻ്റെ ആഗ്രഹം സകല മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്നുള്ളത്. 2, യേശുക്രിസ്തുവും സകല മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്നാണ് പ്രബോധിപ്പിക്കുന്നത്. 3, പൗലോസ് അപ്പോസ്തലൻ്റെ പ്രാർത്ഥനയും ഹൃദയത്തിൻ്റെ താല്പര്യവും ആളുകൾ എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടണം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത് രക്ഷ എന്നുള്ള വിഷയം ബൈബിളിലേക്ക് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വിഷയമാണ്. നമ്മൾ അടുത്ത് ചിന്തിക്കുവാൻ പോകുന്നത്, ഇത് ഈ സ്പീഡ് കൂടി പോകുന്നുണ്ടോ? എഴുതുന്നവർക്കില്ലല്ലോ, ഈ കണക്കിന് പോകാമല്ലോ. അപ്പോൾ ശരി. അപ്പോൾ അടുത്ത് നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് രക്ഷ? ഈ രക്ഷ എന്നൊക്കെ പറഞ്ഞാലേ ഇതെന്താണ്? ഞാനിത് പറയുമ്പോൾ രസമായിട്ട് പറയാം, രക്ഷിക്കപ്പെട്ട പലർക്കും ഇന്ന് വരെയും എന്താണ് രക്ഷ എന്ന് അറിഞ്ഞുകൂടാ. പലരോടും സംസാരിക്കുമ്പോൾ നമുക്കറിയാം അവർ രക്ഷിക്കപ്പെട്ടതാ. അവരുടെ രക്ഷയെ ഞാൻ ചോദ്യം ചെയ്യുകയോ വിമർശിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല, അത് ദൈവത്തിനറിയാം. എന്നാൽ ഒരുപാട് രക്ഷിക്കപ്പെട്ടവർക്ക് രക്ഷ എന്ന് പറഞ്ഞാൽ എന്തെന്ന് അറിഞ്ഞുകൂടാ. എന്താണ് രക്ഷ? അതിനെക്കുറിച്ച് ഒരു ധാരണയില്ലാത്ത ഒരുപാട് പേരുണ്ട്, വ്യക്തത വരാത്തവരുണ്ട്. അപ്പോൾ നമുക്ക് ആരംഭത്തിൽ അതിനെ തുടർന്ന് എന്താണ് രക്ഷ? ഈ രക്ഷ എന്ന മലയാള പദത്തിൻ്റെ അർത്ഥം അറിയാമല്ലോ. എന്തുവാ രക്ഷയ്ക്ക്? ജോളി സാർ എന്തോന്ന് പറയാം? രക്ഷ, വിടുതൽ, പിന്നെ ഇനിയുണ്ട് ഒരുപാട് പര്യായ പദങ്ങളുണ്ട് രക്ഷ എന്നുള്ളത്. പിന്നെ മുക്തി. മുക്തി നല്ലൊരു പ്രയോഗമാണ്. വിടുതൽ, മുക്തി. പിന്നെ ഒരു നല്ല ഒരു ജനകീയ ഒരു പ്രയോഗമുണ്ട്, മോചനം. വിടുതൽ, മോചനം, മുക്തി, സ്വാതന്ത്ര്യം എന്നൊക്കെ അതിന് പറയാം. അതായത് ബന്ധിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ആ ബന്ധനം എന്ത് ചെയ്യുക? അഴിച്ചുവിടുക. അതിനും നമുക്ക് പറയാം. അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ശിക്ഷയെ ഒഴിവാക്കി കൊടുക്കുക. അപ്പോൾ ആൾ രക്ഷപ്പെട്ടു. ഇതൊക്കെ ഭാഷാപരമായിട്ട് പറയുന്ന കാര്യമാണ്. മാത്രമല്ല വേദപുസ്തകത്തിൽ രക്ഷ എന്ന പദം ഒരുപാടിടത്തുണ്ട്. ഞാൻ എണ്ണിയിട്ടില്ല കേട്ടോ.
പഴയ നിയമം മുതൽ പുതിയ നിയമം വരെയുള്ള 66 പുസ്തകങ്ങളിലും ഒരുപാട് പ്രാവശ്യം രക്ഷ എന്നുള്ള പദമുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് ഓർത്തോ, എല്ലായിടത്തും പറയുന്ന രക്ഷ നാം ഇപ്പോൾ പഠനവിധേയമാക്കി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആത്മരക്ഷയുടെ കാര്യമല്ല. നമ്മളിപ്പോൾ പഠിക്കുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ആത്മരക്ഷ. യേശു ക്രിസ്തുവിൽ കൂടെ ലോകത്തിന് ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ആ ജീവരക്ഷ. ആ രക്ഷയെക്കുറിച്ചല്ല ബൈബിളിൽ രക്ഷ എന്ന പ്രയോഗത്തിലൂടെ പറയുന്ന എല്ലായിടത്തും പറഞ്ഞിരിക്കുന്നത്. പല അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ സൂചകമായിട്ട് വേദപുസ്തകത്തിൽ രക്ഷ എന്ന പദം വേറെ അർത്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ചില ഭാഗങ്ങൾ വായിക്കാം, നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന്, പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിച്ച്. പുറപ്പാട് 14-ന്റെ 13-ാമത്തെ വാക്യം. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ. ഇവിടെ പറയുന്ന രക്ഷ ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ആത്മരക്ഷയല്ല. പിന്നെ ഇതെന്ത് രക്ഷയാണ്? എന്ത് രക്ഷ? ഇതെന്ത് രക്ഷയാ? ശത്രുക്കളുടെ കയ്യിൽ നിന്നുള്ള വിടുതൽ. ശത്രുക്കളുടെ കയ്യിൽ നിന്നുള്ള വിടുതൽ. അവരെ ഉപദ്രവിക്കുന്നതിന്, തകർക്കുന്നതിന് വേണ്ടി വട്ടം കൂട്ടി നിൽക്കുന്ന ശത്രു സൈന്യത്തെ പരാജയപ്പെടുത്തി അവളുടെ കയ്യിൽ നിന്ന് തൻ്റെ ജനത്തെ ഭദ്രമായി ഇതാ ദൈവം വിടുവിക്കാൻ പോവുകയാണ്. അതിനെയാണ് ഇവിടെ എന്തെന്ന് പറയുന്നത്? രക്ഷ. അപ്പോൾ കണ്ടോ, അങ്ങനെ ഒരു പദമുണ്ടല്ലോ. ഇനി രണ്ടാമത്, മത്തായിയുടെ സുവിശേഷം 9:22 നോക്ക്. മത്തായി 9:22 വാക്യം. മത്തായി 9:22. വിശ്വാസം നിന്നെ രക്ഷിച്ചു, നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഇതിനിടയിൽ ഞാൻ ഒരു കാര്യം പറയും. ഈ വാക്യമാണ് ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധരിക്കപ്പെട്ട് പറയുന്നൊരു വാക്ക്. എന്ത് വാക്കാണെന്നറിയാമോ? ഉപദേശി അല്ലെങ്കിൽ സാറേ, ബ്രദറെ, ബൈബിൾ പറയുമ്പോൾ അവനവൻ്റെ വിശ്വാസം അവനവന്. അങ്ങനെ ഒരു വാക്യം ബൈബിളിൽ ഇല്ലേ ഇല്ല. ഇനി അങ്ങനെ ഒരു വാക്ക് പ്രചരിക്കപ്പെടുന്നതിന് മുഖാന്തരമായത് ഇതും ഇതുപോലെ ഇനി 1-2 വാക്കുകളുണ്ട്. അവനവൻ്റെ വിശ്വാസം അവനെ രക്ഷിക്കുകയില്ല. പിന്നെ ഇവിടെ പറയുന്നത് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അവൻ വിശ്വസിക്കേണ്ടവനിൽ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിച്ചു. ആ വിശ്വാസമാണ് അവനെ. ഇനി ഇതെന്ത് രക്ഷയാണ്? ആത്മരക്ഷയുടെ കാര്യമല്ല അവിടെ പറയുന്നത്. ഇത് രോഗത്തിൽ നിന്നുള്ള വിടുതൽ. രോഗിയായ ഒരു വ്യക്തി ആ രോഗത്തിൽ നിന്ന് അവന് സൗഖ്യം കൊടുക്കുവാൻ കർത്താവിന് കഴിയുമെന്ന് കർത്താവിൽ വിശ്വസിച്ചപ്പോൾ ആ വിശ്വാസം അവൻ എന്ത് ചെയ്തു? രക്ഷിച്ചു. അപ്പോൾ ഇത് രോഗത്തിൽ നിന്നുള്ള രക്ഷയാണ്, അല്ലാതെ ആത്മരക്ഷയല്ല. മൂന്നാമത് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 27:44 വായിച്ച്. അപ്പോസ്തല പ്രവൃത്തികൾ 27:44 വാക്യം. ഇങ്ങനെ എല്ലാവരും കരയിലെത്തി രക്ഷപ്പെടുവാൻ സംഗതി വന്നു. കണ്ടോ, എല്ലാവരും രക്ഷിക്കപ്പെട്ടെന്നല്ല, പിന്നെ എല്ലാവരും രക്ഷപ്പെട്ടു. ഇതെന്ത് രക്ഷയാ? ഇത് അപകടത്തിൽ നിന്ന് ഒരു നമ്മൾ പറയും ആക്സിഡൻ്റ് എന്ന് പറയില്ലേ, ഇതെന്തോന്ന്? ഇത് കപ്പലപകടം. കപ്പലപകടത്തിൽ നിന്ന് ഒരാൾ പോലും മരണപ്പെട്ടു പോകാതെ അതിനകത്ത് യാത്രക്കാരായിരുന്നവരെല്ലാവരും കരയിലെത്തി രക്ഷപ്പെട്ടു. അപ്പോൾ ഇത് അപകടത്തിൽ നിന്നുമുള്ള രക്ഷ. അപ്പോൾ രക്ഷ എന്ന വാക്ക് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം. നാലാമത് ലൂക്കോസ് 8:50 വായിച്ച്. ലൂക്കോസ് 8-ാം അധ്യായം 50-ാമത്തെ വാക്യം. രക്ഷ എന്ന പ്രയോഗം അവിടെ പറയുന്നത് ഏതർത്ഥത്തിലാണെന്ന് നോക്കാം. വായിച്ചോ. കണ്ടോ, വിശ്വസിക്കുക എന്നാൽ അവൾ രക്ഷപ്പെടും. ഇതെന്തോന്ന്? ഇവിടെ രക്ഷപ്പെടും എന്ന് പറയുന്നത് എന്തിൻ്റെ വിഷയം എന്നറിയാമോ? ഒരാൾ മരിച്ചു കിടക്കുക. ആ മരിച്ച ആള് നീ വിശ്വസിക്കുക, തീർച്ചയായിട്ടും ആ ആൾ രക്ഷപ്പെടും എന്ന് പറഞ്ഞാൽ മരണത്തിൽ നിന്ന് ജീവൻ പ്രാപിക്കും. അതിനെയാണ് രക്ഷ എന്നിവിടെ പറയുന്നത്. അപ്പം നമ്മളിവിടെ 4 വാക്യങ്ങൾ വായിച്ചു. ഈ 4 വാക്യങ്ങളിലും രക്ഷ എന്ന പദമുണ്ട്. പക്ഷെ ഒരിക്കലും ഇതൊരു പദവും ഒരിടത്ത് പറയുന്ന കാര്യവും എന്ത് രക്ഷയല്ല? ആത്മരക്ഷ. ക്ലിയർ ആണ്?
മനസ്സിലായോ? ഞാൻ ക്ലാസ്സൊക്കെ ആയതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചു പോകും. നമ്മൾ പഠിക്കുന്നത് കുറച്ചാണേലും അത് നന്നായിട്ടങ്ങ് മനസ്സിലാക്കുക, പിന്നെ ഒരു സംശയത്തിന് ഇടവരാത്ത വിധത്തിൽ. ഇനി 5-ാമത് ആ കൂട്ടത്തിൽ മത്തായി, ഇതൊന്ന് സൂക്ഷിച്ചു വായിച്ചോ. മത്തായി 1:21 വായിച്ചേ. മത്തായി 1:21. അവൻ തൻ്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്ക കൊണ്ട് അവന് യേശു എന്ന് പേരിടണം. ദൈവത്തിന് സ്തോത്രം. ഇതാണ് പ്രധാനപ്പെട്ട വാക്യം. ഇതെന്തിൻ്റെ രക്ഷയാ? ഇത് എന്തിൻ്റെ രക്ഷയാ? പാപങ്ങളിൽ നിന്നുള്ള രക്ഷ, പാപത്തിൽ നിന്നുള്ള. ഇതാണ് നമ്മുടെ വിഷയവും. നമ്മൾ ഈ രക്ഷ എന്നൊക്കെ പറയുന്നത് നേരത്തെ പറഞ്ഞ രോഗത്തിൽ നിന്നോ അപകടത്തിൽ നിന്നോ മരണത്തിൽ നിന്നുള്ള രക്ഷയല്ല. നമ്മൾ സാധാരണ ഈ വാക്ക് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വരുന്നതും മറ്റുള്ളവരെ കേൾപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മൾ പ്രചരിപ്പിക്കുന്നതൊന്നും അതല്ല. ഈ പറഞ്ഞതാണ് പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്ക കൊണ്ട്. സ്തോത്രം. അവൻ എന്തെന്ന് പേരിടണം? ആ യേശു എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാമോ? എന്തുവാ? അപ്പോൾ ഇങ്ങനെ ചിന്തിക്കാം, അവൻ തൻ്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്ക കൊണ്ട് അവന് രക്ഷകനെന്ന്. അപ്പോൾ ഇവിടുത്തെ വിഷയം രക്ഷയും ക്രിസ്തുവാണ്, പിന്നെ രക്ഷകനും ക്രിസ്തുവാണ്. രക്ഷയും ക്രിസ്തുവാണ്, രക്ഷകനും ക്രിസ്തുവാണ്. രക്ഷിക്കുന്നവനും ക്രിസ്തുവാണ്, രക്ഷിക്കുന്ന ആ രക്ഷയുണ്ടല്ലേ അതുണ്ടല്ലോ, അതും ക്രിസ്തുവാണ്. ഈ ഒരിക്കലേ വയസ്സനായ സിമിയോൻ എന്ന് പറയുന്ന ആ വല്യപ്പച്ചൻ യേശു എന്ന പൈതലിനെ കയ്യിലേന്തി നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞ ലോകപ്രസിദ്ധമായ ഒരു വാക്കുണ്ട്. എന്തുവാ? നീ സർവ്വജനത്തിൻ്റെയും മുമ്പാകെ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടു. അതെന്തുവാ? എന്തുവാ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? അവൻ്റെ കയ്യിലിരിക്കുന്ന ശിശു എന്ന പൈതലായ യേശുവിനെ കയ്യിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത്, ഇത് നീ സർവ്വലോകത്തിനു വേണ്ടി കാലങ്ങളായിട്ട് നീ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയാണിത്. അത് യേശു ക്രിസ്തുവാ. അവൻ രക്ഷകനാണ്, രക്ഷയാണ്. അവൻ നമ്മളെ രക്ഷിക്കുന്നവനാണ്. ഏതിൽ നിന്ന്? ഇപ്പോൾ നമ്മൾ വായിച്ച എല്ലാ അവസ്ഥയിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നവനാണ്. അതിൽ നമ്മുടെ പഠനം പാപങ്ങളിൽ നിന്നുള്ള രക്ഷയാണ്. പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ ഈ രക്ഷകനല്ലാതെ ലോകത്തിൽ ഒരു രക്ഷകനും കഴിയത്തില്ല. മനസ്സിലായോ? അടിമത്വത്തിൽ നിന്ന് രക്ഷിച്ചവരൊക്കെ നമുക്കിവിടെ രാജ്യത്തിലുണ്ട്. നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങി തന്ന രക്ഷകന്മാർ നമുക്കിവിടെ ഉണ്ട്. സാമ്പത്തിക പതനത്തിൽ നിന്ന് ഒരാളിനെ രക്ഷിക്കാൻ പണമുള്ള ഒരാൾക്ക് കഴിഞ്ഞെന്ന് വരും. മനസ്സിലായോ നിങ്ങൾക്ക്? ഇപ്പം പറഞ്ഞതൊക്കെ മനസ്സിലായോ? എന്നാൽ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ പര്യാപ്തനായ ഒരു വ്യക്തിയും ഈ ഉലകത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടൊന്ന് പറ. എന്തുകൊണ്ട്? അങ്ങനെ രക്ഷിക്കണമെങ്കിൽ ആ ആൾ ആരായിരിക്കണം? ഇപ്പൊ കുരുടന് വേറൊരു കുരുടനെ വഴി കാണിക്കാൻ പറ്റുമോ? എന്താ കാര്യം? രണ്ടും കൂടെ കുഴിയിൽ വീഴും. മനസ്സിലായോ? കുരുടന് കാഴ്ച ഉള്ളവനെ വഴി കാണിക്കാൻ പറ്റൂ. അപ്പൊ ഞാൻ പാപിയാണ്, എന്നെ രക്ഷിക്കണമെങ്കിൽ എന്നെ രക്ഷിക്കുന്ന ആള് പാപരഹിതനായിരിക്കണം. അങ്ങനെ ഒരു വ്യക്തി യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. ഈ ലോകത്തിൽ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് യേശുക്രിസ്തു മാത്രമാണ്. അതുകൊണ്ടാണ് അവന് യേശു എന്ന്, രക്ഷകനെന്ന് പേരിടണം. ഇനിയുള്ള ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ഒരുപാട് പറയുന്ന ഒരു വിഷയമാണ് രക്ഷകൻ, യേശു എന്ന രക്ഷകൻ. അപ്പോൾ ആ രക്ഷ എന്ന പദം മനസ്സിലായോ? പാപത്തിൽ ബന്ധിക്കപ്പെട്ട് ആത്മാവ് കുടുങ്ങിക്കിടക്കുന്ന ഒരു വ്യക്തിയെ പാപബന്ധനത്തിൽ നിന്ന് വിടുവിക്കുന്നവൻ എന്ന നിലയിൽ യേശു രക്ഷകനാണ്. അല്ലാതെയുള്ള ഒരുപാട് രക്ഷയൊക്കെ ഉണ്ട്, രക്ഷ എന്ന അർത്ഥത്തിൽ പറയുന്നത്. അതൊക്കെ ഞാൻ പറഞ്ഞിപ്പോൾ അധികം സമയം ദീർഘിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മളിവിടെ ചിന്തിച്ചത്. ഒന്ന് രക്ഷയുടെ പ്രാധാന്യം, 2 രക്ഷ എന്ന പദത്തിൻ്റെ അർത്ഥം. രക്ഷ എന്താണെന്ന് നമ്മൾ കേട്ടു. ഇനി 3ാമത് രക്ഷയുടെ ആവശ്യകത. എന്തിന് രക്ഷിക്കപ്പെടണം? അത്ര അത്യാവശ്യമാണോ ഇത്? രക്ഷയുടെ ആവശ്യകത ഞാൻ പറയട്ടെ. മരുന്നിൻ്റെ ആവശ്യകത എന്തിനാ? മരുന്നിൻ്റെ ആവശ്യം വരുന്നത് എന്തുകൊണ്ടാണ്? ഭക്ഷണത്തിൻ്റെ ആവശ്യം വരുന്നത് എന്തുകൊണ്ടാണ്? വസ്ത്രത്തിൻ്റെ ആവശ്യം വരുന്നത് എന്തുകൊണ്ടാണ്? വീടിൻ്റെ ആവശ്യം വരുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പം നോക്കിക്കേ, ഈ മൈക്കിലൂടെ ശബ്ദം പെരുക്കി പറയാനായിട്ട് ഈ ശബ്ദവാഹിനിയുടെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ പുറകിൽ ഓരോ എന്തുണ്ട്? കാരണങ്ങളുണ്ട്. മനസ്സിലാകുന്നോ നിങ്ങൾക്ക്? അതാ ഈ കുഞ്ഞു ദൃഷ്ടാന്തങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിനെല്ലാം എൻ്റെ ശബ്ദം, ഒരു ചെറിയ ശബ്ദം
ഇവിടെ അകത്തും പുറത്തുമൊക്കെ ഇരിക്കുന്നവർക്ക് കേൾക്കാൻ പര്യാപ്തമല്ലാത്തത് കൊണ്ട് ഈ ശബ്ദവാഹിനിയിലൂടെ ഇത് പറയുമ്പോൾ പുറത്ത് കേൾക്കാൻ കഴിയുന്നു. അതൊരു ആവശ്യമാണ്. വിശക്കുന്ന ഒരാളിന് ആഹാരം ആവശ്യമാണ്, രോഗിക്ക് മരുന്ന് ആവശ്യമാണ് എന്നതുപോലെ, മരിച്ചു കിടക്കുന്ന ആളിന് പറ്റുമെങ്കിൽ ജീവൻ ആവശ്യമാണ് എന്നതുപോലെ രക്ഷയുടെ ആവശ്യകത എന്താണ്? എന്തുകൊണ്ട് രക്ഷിക്കപ്പെടണം? കുഞ്ഞുങ്ങളെ, ഇതുവരെ അങ്ങനെ ഒരു ഉറപ്പ് പ്രത്യേകിച്ച് എൻ്റെ ബോധ്യം, ഈ ക്ലാസ് ഇവിടെ ക്രമീകരിച്ചത് ഈ സഭയിലുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് ഇതെന്ത് ചെയ്യണം? ഗുണമുണ്ടാകണം. അതുകൊണ്ടാണ് നമ്മൾ പുറത്തുനിന്ന് എത്ര പേര് വന്നെന്നോ വന്നില്ലെന്നോ അതൊന്നും നമ്മുടെ വിഷയമല്ല. എൻ്റെ മനസ്സിലും ഇത് പറയുമ്പോൾ നിറഞ്ഞു നിൽക്കുന്നതും നിങ്ങൾ മനസ്സിലാക്കേണ്ടതും ഇപ്പോൾ പറഞ്ഞ പോയിൻ്റാണ്. ഇവിടെ ഉള്ള പ്രിയപ്പെട്ടവർ, ഈ വിഷയത്തിന്മേലൊരു ഒരു വ്യക്തത, ആ വിഷയത്തിലൊരു ക്ലാരിറ്റി ഇവിടെയുള്ള ഒരാൾക്കെങ്കിലും ഉണ്ടായി കാര്യങ്ങൾ ക്രമമായി മുമ്പോട്ട് പോയാൽ, ദൈവത്തിന് സ്തോത്രം, ഈ ബത്തപ്പാട് സഫലമായി എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത് വളരെ മനസ്സിലാക്കണം. രക്ഷയുടെ ആവശ്യകത, ഈ രക്ഷയുടെ ആവശ്യകത എന്തെന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട പ്രധാന വാക്യമാണ് 1 തിമോഥെയോസ് 1:15. പിന്നെയും പറയേണ്ടതാണ്, ക്രിസ്തു യേശു. അപ്പോൾ യേശു ദൈവം, പ്രപഞ്ചസൃഷ്ടമായ ദൈവം ഒരു മനുഷ്യ ശിശുവായിട്ട് ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞായി രൂപം കൊണ്ട് ഈ ഉലകത്തിൽ പിറന്നു വന്നതിൻ്റെ കാരണം തന്നെ, ആവശ്യകത തന്നെ എന്തിനു വേണ്ടിയാ? പാപികളെ രക്ഷിക്കുക. അപ്പോൾ രക്ഷയുടെ ആവശ്യകത അത്ര വലുതാണ്, അങ്ങനെ അല്ലാതെ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ട് നമുക്ക് നോക്കാം, രക്ഷയുടെ ആവശ്യകത എന്ത്? 1 അപ്പോസ്തലപ്രവൃത്തികൾ 3:19. ഒന്നാമത്തെ ആവശ്യം 1 അപ്പോസ്തലപ്രവൃത്തികൾ 3:19 വായിച്ചോ. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ, അത്രയും മതി, ഇനി ബാക്കി പറയണമെന്നില്ല. അതാണ് കാരണം, അതാണ് ആവശ്യം. പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണമെന്നാണ് വാക്യത്തിൻ്റെ താഴെ പറഞ്ഞു വരുന്നത്. അപ്പോൾ രക്ഷയുടെ ആവശ്യകത എന്താണ്? എന്തുകൊണ്ട് രക്ഷിക്കപ്പെടണം? ഞാൻ പാപിയായ എൻ്റെ പാപം മോചനമുണ്ടാകണമെങ്കിൽ, പാപത്തിന് പരിഹാരമുണ്ടാകണമെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെടണം. ഇവിടെ രക്ഷിക്കപ്പെട്ട ആളുകളായിട്ട് ഈ വചനം കേൾക്കുന്നവർക്ക് ഈ വാക്ക് പറയുമ്പോൾ വളരെ സന്തോഷിക്കാൻ വകയുണ്ട്. എന്തുകൊണ്ടെന്നാൽ, രക്ഷിക്കപ്പെട്ട ദൈവപൈതലേ, നിന്റെ പാപം എന്ത് ചെയ്തിരിക്കുന്നു? മോചിച്ചിരിക്കുന്നു. സ്തോത്രം പറയണ്ടേ? ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. എൻ്റെ പാപം ദൈവം എനിക്ക് മോചിച്ചു തന്നു. എങ്ങനെയാ മോചിച്ച്? അയ്യോ, കിഴക്കിനും പടിഞ്ഞാറിനും എത്ര ദൂരമോ അതുപോലെ, ആകാശത്തിനും ഭൂമിക്കും എത്ര ഉയരമോ ഇതുപോലെ. പിന്നെയോ മീഖ പറയുന്നത്, എൻ്റെ പാപം ഒരു കെട്ടായിട്ട് കെട്ടി സമുദ്രത്തിൻ്റെ ആഴത്തിൽ, ഇനി അവൻ ഓർക്കത്തിൽ. അങ്ങനെ മായിച്ചതാ. ആ മായിച്ച് വെടിപ്പാക്കിയിരിക്കുന്ന അവസ്ഥയെ പറയാൻ എനിക്ക് മലയാള ഭാഷയിൽ എനിക്ക് വാക്കറിയില്ല. അത്ര സംശുപ്തമായ നിലയിൽ, ഇനി ഇത് ഓർക്കാത്ത നിലയിൽ, ആ കറയില്ലാത്ത നിലയിൽ പാപത്തെ അത്രമാത്രം കഴുകി വെടിപ്പാക്കിയിരിക്കുന്നു. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിച്ചു, പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന്. അപ്പോൾ രക്ഷയുടെ ആവശ്യകത, രക്ഷിക്കപ്പെടാതിരിക്കുന്ന ആള് ഓർത്തോ, നിന്റെ പാപം ഇന്നും മാഞ്ഞിട്ടില്ല. പാപം ഒരു വലിയ കറയായിട്ട്, പാപം നിന്റെ മുമ്പാകെ ഒരു വലിയ ഭാരമായിട്ട്, ദൈവത്തിൻ്റെ ന്യായീതി വാങ്ങത്തക്ക വിഷയമായിട്ട് പാപം നിൽക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ആരെങ്കിലും ഇങ്ങനെ ഒരു വിഷയത്തിൽ പരിഹാരം വരാത്ത അവസ്ഥയിൽ ഇരിക്കുന്നെങ്കിൽ ദൈവം നിങ്ങൾക്ക് വളരെ കൃപ തരട്ടെ. ആ ആവശ്യബോധം നിങ്ങൾക്കുണ്ടാകട്ടെ. പാപം എന്ന രോഗം നിങ്ങളെ ബാധിച്ചിട്ടുണ്ട്, അത് മാറണ്ടേ? അതിനൊരു മരുന്നുണ്ടോ? അതിനൊരു ഓപ്പറേഷൻ ഉണ്ടോ? ഇതൊന്നുമില്ല. അതിന് ഒരു മാർഗമേ ഉള്ളൂ, യേശുവിൻ്റെ രക്തം, പാപം മാഞ്ഞു കിട്ടുവാൻ. അത് ഉണ്ടാകാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. രണ്ടാമത്തെ ആവശ്യബോധം എന്ന് പറയുന്നത് തീത്തോസ് 3:6 വായിച്ചേ. തീത്തോസ് 3:6. നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന്, അത് കണ്ടിന്യൂഷൻ ആണ് ആ വാക്ക്, തീരേണ്ടതിന്. എന്നിട്ട്
അതായത് അവൻ നമ്മെ രക്ഷിച്ചത്, അതതിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ നമ്മെ രക്ഷിച്ചത് നാം ചെയ്ത നീതി പ്രവൃത്തികൾ കൊണ്ടല്ല എന്ന് പറഞ്ഞു വന്നിട്ട് പറയുകയാണ് അത് എന്തിനാണ് രക്ഷിച്ചതെന്ന് പറയുന്നു. എന്തിനാണ്? നിത്യജീവന്റെ അവകാശികളായി. മനസ്സിലായോ സൗരന്മാരെ? മനസ്സിലായോ? എന്തിനാ രക്ഷിച്ചത്? നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന്. അപ്പൊ രക്ഷിക്കപ്പെടാത്ത ഒരാള് നിത്യജീവന്റെ അവകാശിയായി തീർന്നിട്ടില്ല. എല്ലാവർക്കും പരിചയമുള്ള ഒരു ബൈബിൾ വചനമാണ് യോഹന്നാൻ 3:16. കുട്ടികളൊക്കെ പഠിപ്പിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. നമുക്കൊന്നും പറയാമോ? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ അടുത്ത് നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നിത്യജീവൻ. ആ നിത്യജീവന്റെ അവകാശിയായി തീരണമെങ്കിൽ ഞാൻ എന്ത് ചെയ്തേ പറ്റൂ? രക്ഷിക്കപ്പെട്ടേ പറ്റൂ. രക്ഷിക്കപ്പെടാതെ ഇരിക്കുന്നെങ്കിൽ ഓർത്തോ, ഞാൻ ഈ അടുത്ത നാളുകളിൽ ഒരു യുവാവ്, ഒരു 16-17 വയസ്സ് പ്രായമുള്ള ഒരു യുവാവോട് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുക. ഒരു പ്രകാരത്തിൽ അവൻ പിടിതരത്തില്ല. അവൻ പറയുന്നത് വരട്ടെ, കുറച്ചുകൂടെ ഞാൻ നോക്കട്ടെ, ഞാൻ പറയാം. എതിർത്ത് പറയുകയില്ല. പറയുന്ന ഒരു കാര്യവും നിഷേധിക്കുകയുമില്ല. എല്ലാം സമ്മതിക്കുന്നു. പക്ഷേ അവൻ അതിലേക്ക് ആകുന്നില്ല. എനിക്ക് വളരെ സങ്കടമുണ്ട് ഇത് പറയുമ്പോഴും. അവനെ ഓർത്ത് എൻ്റെ ഹൃദയത്തിൽ ഭാരമുണ്ട്. പ്രാർത്ഥിക്കുന്നു. കാരണം നമ്മൾ ചെയ്യാവുന്ന ഒരു പ്രവൃത്തി അല്ലല്ലോ ഇത് ദൈവം പ്രവർത്തിക്കേണ്ടതാ. അവനോട് ഞാൻ ലാസ്റ്റിൽ പറഞ്ഞു, നീ മരണം എന്ന് പറയുന്നത് ആർക്ക് എപ്പോഴെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അത് ഒരു പ്രസവിച്ച ഉടനെ മരിക്കാം, ഒരു മാസം കഴിഞ്ഞിട്ട് മരിക്കാം, 100 വയസ്സിൽ മരിക്കാം. വയസ്സൊന്നും പ്രശ്നമല്ല, എപ്പോഴും മരിക്കാം, ആരും മരിക്കാം. ഇന്നത്തെ ഈ ക്ലാസ്സിൽ വന്നവർ നാളെ വരുമെന്ന് ആർക്ക് പറയാൻ പറ്റും? ഞാൻ നാളെ വന്ന് ഈ ക്ലാസ് എടുക്കുമെന്ന് ആർക്ക് ഉറപ്പുണ്ട്? അങ്ങനെയുള്ള അനിശ്ചിതത്വം നിറഞ്ഞ ജീവിതമാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് അവനോട് പറഞ്ഞു, മരണപ്പെട്ടാൽ നീ ദൈവസന്നിധിയിൽ കാണപ്പെടണമെങ്കിൽ ഈ പറയുന്ന രക്ഷയുടെ അവകാശിയായി തീരണം. അപ്പോൾ നമ്മുടെ വിഷയത്തോട് ചേർത്ത് പറയാം, നിത്യജീവന്റെ ഇപ്പോഴത്തെ ജീവൻ എന്ന് പറഞ്ഞാൽ ക്ഷണികമായ നശ്വരമായ ജീവൻ, ഇറ്റേണൽ ലൈഫ്, എന്നേക്കുമുള്ള. മനസ്സിലായോ? ആ ലൈഫിലേക്ക് ഞാൻ പോകണമെങ്കിൽ ഇവിടെ ഒരുപാട് പദ്ധതി കൊണ്ടുള്ള ലൈഫ് പദ്ധതി, പിന്നെ ഉണ്ടല്ലോ ഒരു ആരോഗ്യ, അതിനൊരു വാക്ക് പറയുന്നത് ലൈഫ് ഇൻഷുറൻസ്, അങ്ങനെ പറയല്ലേ? ഒക്കെ ചെയ്തു. ഈ ലൈഫ് ഇൻഷുറൻസ് ഏതുവരെയേ ഉള്ളൂ? അത് കഴിഞ്ഞില്ല, അതുവരെയേ ഉള്ളൂ. മനസ്സിലായോ? അതിന് ശരിക്കും പറയേണ്ടത് ഡെത്ത് ഇൻഷുറൻസ് എന്നാണ്. പേടിച്ചിട്ടാണ് ആളുകൾ അത് പറയാത്തത്. പിന്നെ എന്തെന്ന് പറയുന്നത്? ലൈഫ് ഇൻഷുറൻസ് എന്ന്. ചാകുമ്പോൾ കിട്ടുന്ന, ആശ്രിതർക്ക് കിട്ടുന്ന ഉപകാരത്തെയാണ് എന്തെന്ന് പറയുന്നത്. ഇവൻ്റെ ലൈഫിന് കിട്ടത്തില്ല, ഇവൻ്റെ ലൈഫ് തീരണം, അപ്പോഴേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഒരു പറഞ്ഞു വന്ന കൂടുതൽ രസം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നിത്യജീവൻ്റെ അവകാശികളായി തീരുവാൻ, എന്നേക്കുമുള്ള ജീവൻ്റെ അവകാശിയായി തീരുവാൻ ഞാൻ എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടണം. അപ്പോൾ രക്ഷിക്കപ്പെടാത്തവർ ഓർത്തോ, എത്ര കുടുങ്ങിയിരിക്കുന്നു നമ്മൾ, എത്ര അപകടകരമായ അവസ്ഥയിലിരിക്കുന്നു. 1 പാപം മാഞ്ഞു കിട്ടുവാൻ, 2 നിത്യജീവൻ്റെ അവകാശിയായി തീരുവാൻ. 3 ലൂക്കോസ് 3:7 വാക്യം വായിച്ചേ. ലൂക്കോസ് 3:7. ലൂക്കോസ് 3:7. സ്നാനപ്പെടുവാൻ വന്ന പുരുഷാരത്തോട് യോഹന്നാൻ സ്നാപകൻ പറയുക. എന്താ പറഞ്ഞേ? സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞോടിപ്പോകുവാൻ നിങ്ങൾക്ക് ആര്? അവിടെ പറയാതെ പറയുന്ന കുറേ വാക്കുകളുണ്ട്. അല്ല, നിങ്ങൾ എന്തിനാ ഇപ്പോൾ ഈ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടാൻ വരുന്നത്? അപ്പോൾ അതിലൂടെ നിങ്ങൾക്കൊരു കാര്യം നേടാൻ പോകുന്നു, വരാൻ പോകുന്ന എന്തുണ്ട്? ന്യായവിധി, കോപ ദിവസം, ദൈവത്തിൻ്റെ കോപ ദിവസമുണ്ട്. ആ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നത്? വന്നിരിക്കുന്നത്. ഞാനതിനകത്തൊരു സംഭവമേ പറയുന്നുള്ളൂ. രക്ഷിക്കപ്പെടുന്നത് എന്തിനാണ്? വരുവാനുള്ള കോപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ. എന്താ ഈ വരുവാനുള്ള കോപമെന്ന് അറിയാമോ? ആ കോപം ഏത് കോപമെന്ന് അറിയാമോ? അയ്യോ, അത് ദൈവകോപം. ദൈവം കോപിക്കുമോ? ദൈവം കോപിക്കും. ദൈവത്തിൻ്റെ കോപം കലശങ്ങളായിട്ട് ചൊരിയുന്ന ഒരു കാലം വരാൻ പോവുക.
ദൈവം കോപിച്ചിട്ട് ചില സംഭവങ്ങളൊക്കെ ലോകത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഇന്നും ഭീകരമായ ഓർമ്മകളായി ചരിത്രത്തിൽ ശേഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതുവരെ കാണാത്ത വിധത്തിലുള്ള അതിഭയങ്കരമായ കോപം, ദൈവം കോപത്താൽ ശിക്ഷിച്ച് തള്ളുന്ന ഒരു സ്ഥലമുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നരകം. ആ നരകത്തിൽ പോകാതിരിപ്പാനാണ് മക്കളെ നമ്മൾ പറയുന്നത് രക്ഷിക്കപ്പെടണം, രക്ഷിക്കപ്പെടണം. ആ നരകത്തിൽ ഒരാൾ പെട്ടുപോകാതിരിപ്പാനാണ്. ചാകാത്ത പുഴു, കെടാത്ത തീ, നിത്യദണ്ഡനമുള്ള, കരച്ചിലും പല്ലുകടിയുമുള്ള, ഒരിക്കലും രക്ഷപ്പെടുവാൻ ഒരു മാർഗവുമില്ലാത്ത ആ നിത്യനാശത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. അപ്പോൾ രക്ഷ പറഞ്ഞ് ചെറിയ കാര്യമല്ല. അപ്പോൾ രക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ്. രക്ഷയുടെ ആവശ്യകത എന്ന് പറയുന്നത് ചിലതൊക്കെ നമുക്ക് ആവശ്യമില്ല, വേറെ പോംവഴി ഓപ്ഷനുകൾ കാണും. ഇത് വേറെ ഒരു പോംവഴിയുമില്ല. അതുകൊണ്ട് ദൈവം കൃപ ചെയ്യട്ടെ. എന്തിനാണ് രക്ഷിക്കപ്പെടുന്നത്? ഈ 3 കാരണങ്ങൾ എടുത്തു പറയാം ഒന്നുകൂടി. 1 പാപങ്ങൾ മോചിച്ച് കിട്ടുവാൻ, 2 നിത്യജീവൻ്റെ ചേർന്ന് പറ നിത്യജീവൻ്റെ അവകാശികളായി തീരുവാൻ, 3 വരുവാനുള്ള കോപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടണം. അപ്പോൾ രക്ഷിക്കപ്പെട്ടവർക്കൊന്ന് സ്തോത്രം ചെയ്യാമല്ലോ. എത്രയോ വിലയേറിയ ഒരു കാര്യം എനിക്ക് ദൈവം തന്നു. ദൈവത്തിന് സ്തോത്രം. അടുത്തതായിട്ട് ഇങ്ങനെ നമ്മൾ ആവശ്യകതയെക്കുറിച്ച് മനസ്സിലാക്കുന്നു. അടുത്ത് രക്ഷയുടെ കാരണവും ഉപാധിയും. എന്തോന്ന്? രക്ഷയുടെ കാരണം, രക്ഷയുടെ കാരണം, മുഖാന്തരം, അതിൻ്റെ ഉപാധി, ഉപാധി, നിമിത്തം എന്തൊക്കെയാണ്? രക്ഷയുടെ കാരണവും ഉപാധിയും. വായിക്കാമോ ഒരു വാക്യം? ഈ വാക്യം മനസ്സിലാക്കാൻ അല്പം പ്രയാസമുണ്ട്. നേരത്തെ ജോയ് സാറ് വായിച്ച വാക്യം തന്നെയാണ്. അത് വീണ്ടും നമുക്ക് അല്പനേരം നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ച് വായിച്ച് മനസ്സിലാക്കണം. തീത്തോസ് 3-ാം അധ്യായം അതിൻ്റെ 4 മുതലുള്ള വാക്യം വായിച്ച് എല്ലാവരും എടുത്തോ. ഞാൻ ഇന്ന് തയ്യാറാക്കിയ പാഠം എല്ലാം ഇവിടെ പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വേണ്ട, നമുക്ക് പഠിക്കുന്നത് അത്രയും നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് ക്ലിയർ ആക്കി പഠിക്കാം. തീത്തോസ് 3-ാം അധ്യായം 4 മുതലുള്ള വാക്യം വായിച്ച് ഒന്നുകൂടെ വായിച്ചോ. എന്നാൽ നമ്മുടെ രക്ഷിതാവായ, കേട്ടോണം, ഇപ്പം ശ്രദ്ധിച്ച് പോയാൽ പിന്നെ വിശദീകരിക്കേണ്ട ആവശ്യം കുറച്ചു മതി. ദൈവത്തിൻ്റെ ദയ, അടുത്ത് മനുഷ്യപ്രീതി, അടുത്ത് വെളിപ്പെട്ടപ്പോൾ അല്ല കരുണപ്രകാരം അത്രേ. എന്നിട്ട് തന്നെ ഇവിടെ മതി. അപ്പോൾ ഇവിടെ നമ്മളെ രക്ഷിച്ചത്, അല്ലെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടതിന് കാരണം പറയുക. വാക്യം മനസ്സിലായ എല്ലാവർക്കും? ആ 5-ാം വാക്യത്തിൽ പറയുന്നത് എന്തുവാ? അവൻ നമ്മെ, അഥവാ ദൈവം നമ്മെ, നാം ചെയ്ത നീതിപ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ എന്താ? കർമ്മമാർഗം, സത്മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന, ഉപവാസം, നോമ്പ്, പള്ളി സംബന്ധമായ കാര്യങ്ങളിലുള്ള പങ്കാളിത്തം, പിന്നെ കാണിക്ക കൊടുക്കൽ, പിന്നെ ഉണ്ടല്ലോ പള്ളിക്ക് സ്ഥലം കൊടുക്കൽ, ചർച്ച് ഹാളിന് ഫാൻ വാങ്ങിക്കൊടുക്കൽ, ട്യൂബ് പീസായതിനെ മാറ്റിയിട്ട് കൊടുക്കൽ, മുറ്റം അടിച്ചു വാരൽ, പിന്നെ ചായ കൊടുക്കൽ, അങ്ങനെ കിടക്കുകയല്ലേ സൽപ്രവൃത്തികൾ, നീതിപ്രവൃത്തികൾ, ദൈവമക്കൾക്ക് ഭക്ഷണം കൊടുക്കുക, അങ്ങനെ ഒരുപാട് നല്ല പ്രവൃത്തികൾ, രോഗികളെ സഹായിക്കുക, പിന്നെ വസ്ത്രമില്ലാത്തവർ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുക, ആശ്രയമില്ലാത്തവർക്ക് ആശ്രയം ഒരുക്കി അവരുടെ കല്യാണം നടത്തി കൊടുക്കുക, ആംബുലൻസ് ഫ്രീ ആയിട്ട് വിട്ടുകൊടുക്കുക, ആസ്പത്രിക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുപോകുക, എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അത് മോശമാണോ? ഇതൊക്കെ മോശമാണോ? പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ടാണോ നമ്മൾ രക്ഷിക്കപ്പെട്ടെ? ആണോ? ആ വാക്യത്തിൽ എന്ത് പറയുന്നത്? നാം ചെയ്ത നീതിപ്രവൃത്തികൾ, ഈ പറഞ്ഞതും ഇനി പറയാനുള്ളതും ഒക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. സൽക്കർമ്മങ്ങൾ. അങ്ങനെ കർമ്മങ്ങൾ ചെയ്ത ആളിനെ അല്ല ദൈവം രക്ഷിച്ചത്, അല്ലെങ്കിൽ ചെയ്യുന്നത് കൊണ്ടല്ല രക്ഷിച്ചത്. നാം ചെയ്ത നീതിപ്രവൃത്തികളൊന്നും കൊണ്ടല്ല. അങ്ങനെ നീതിപ്രവൃത്തികൾ കൊണ്ടാണ് ദൈവം രക്ഷിക്കുന്നതെങ്കിൽ ഈ വചനം പറയുന്ന TP കനകരാജ് എന്ന ഞാൻ രക്ഷിക്കപ്പെടത്തക്ക വിധത്തിലുള്ള നീതിപ്രവൃത്തിയൊന്നും എൻ്റെ ഭാഗത്തുണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെ ആ തോത് വെച്ച് അളന്ന്, ആ സ്കെയിൽ വെച്ച് അളന്നാൽ നമ്മൾ എത്ര പേര് അവിടെ പോകും? എത്ര പേര് പോകും?
അടുത്തിടെ ഒരാളിന് ഈ വയനാട്ടിലെ എന്തൊന്നും മല കഴിഞ്ഞ ഈ അവിടെ 40 വീട് ഒരു ആള് അവരുടെ ചാരിറ്റി പ്രവർത്തനം കൊണ്ട് വെച്ചു കൊടുത്തു. അടുത്ത വയ്ക്കാനുള്ള പരിപാടികൾ, അങ്ങനെ എത്രയോ പേര് ആ സമയത്ത് പച്ചക്കറികൾ കൊണ്ട് കൊടുത്തവർ, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അവരെ ചേർത്ത് നിർത്തിയവർ, അവർക്ക് പിൻബലമായി അവരുടെ മക്കളെ പഠിപ്പിക്കാൻ അവർക്ക് മറ്റു പല വൈദ്യ സഹായങ്ങൾ ചെയ്ത് അങ്ങനെ ഇല്ലേ. അതുപോലെ എത്രയോ കാര്യങ്ങളുണ്ട്. അതൊക്കെ നീതി പ്രവർത്തികളാണ്. അപ്പം അങ്ങനെ അപകടം വന്നപ്പോൾ, ഉരുൾപൊട്ടൽ വന്നപ്പോൾ, മറ്റൊരു ദോഷം വെള്ളപ്പൊക്കം വന്നപ്പോൾ സഹായിച്ചത് ഏറ്റവും കൂടുതൽ ചെയ്തവരൊക്കെ ഒരു ഭാഗത്തു നിന്നോ അങ്ങനെ ചെയ്തവരൊക്കെ മാറ്റി നിർത്തി ഇതുവരെ ഒരു കാര്യത്തിനും ആര് പറഞ്ഞ പോലെ അറ്റ കൈക്ക് എന്നാ അവരെ എല്ലാം ഒരു ഭാഗത്ത് ഒതുക്കി വിട്ടിട്ടാണ് രക്ഷിച്ചാൽ എത്ര പേര് പോകും സ്വർഗത്തിൽ? എത്ര പേര് പോകും? അയ്യോ, അങ്ങനെയൊന്നും അല്ല. നീതി പ്രവൃത്തികൾ കൊണ്ടല്ല. അല്ല പിന്നെ എങ്ങനെയാ രക്ഷിച്ചേ? അതാണ് രക്ഷയ്ക്ക് ഉള്ള കാരണം. 4 കാരണങ്ങളാലാണ് ദൈവം നമ്മെ രക്ഷിച്ചത്. ആ 4 കാരണവും നമ്മുടേതല്ല, എല്ലാം എവിടെ ഉള്ളതാ? ആ ഭാഗത്ത് തന്നെ പറയുന്നു. ഒന്ന് ആ 4-ാം വാക്യം വീണ്ടും വായിച്ചോ. നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ അതാണ് ഒന്ന്. ദൈവത്തിൻ്റെ ദയ. ഈ ദയ എന്ന ഈ പദം പുതിയ നിയമത്തിലുള്ളതിനേക്കാൾ എനിക്ക് തോന്നുന്നത് ഈ ദയ എന്ന പദം കൂടുതലുള്ളത് എവിടെയാ? പഴയ നിയമത്തിലാണ്. പ്രത്യേകിച്ചും ഏത് പുസ്തകത്തിലാണ്? സങ്കീർത്തന പുസ്തകത്തിൽ. അതിലും അപ്പുറമായി ഒരു സങ്കീർത്തനം, 136-ാമത്തെ സങ്കീർത്തനം. എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാ വാക്യത്തിലും അവൻ്റെ ദയ നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെ ദയ. തൻ്റെ ജനത്തെ മരുഭൂമിയിൽ നടത്തിയവന്, ഫറവോനെ ചെങ്കടലിൽ തള്ളിയിട്ടവന് അവൻ്റെ ദയ. നല്ല പേരാ മക്കൾക്കിടാൻ. ദയ ഉണ്ടോ? ഇവിടെ ഉണ്ടോ? അവൻ്റെ ദയ. അപ്പം നമ്മളെ രക്ഷിച്ചത് ദൈവത്തിൻ്റെ ദയ. ആ ദയ അർഹിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ഇവിടെ പാടിയില്ല, യോഗ്യനല്ല. അപ്പം ദൈവത്തിൻ്റെ ദയ ആട്ടെ. രണ്ടാമത് എന്താണ്? ദൈവത്തിൻ്റെ ദയയും അടുത്തുടനെ പറയുന്നു മനുഷ്യപ്രീതി. ആരോട്? ദൈവത്തിന് മനുഷ്യനോടുള്ള എന്നോടങ്ങ് പ്രീതി തോന്നിയെന്ന്. നമ്മൾ ഓരോരുത്തരോടും ദൈവത്തിന് പ്രീതി തോന്നി. എന്തുണ്ട്? നമുക്കൊരാളിനോട് പ്രീതി തോന്നണമെങ്കിൽ തീർച്ചയായിട്ടും ആ ആളിൽ എന്തെങ്കിലുമൊക്കെ വിശേഷതകൾ ഉണ്ടാകണം. അല്ലാതെ എങ്ങനെ പ്രീതി തോന്നുക? ഒരാളിനോട് പ്രീതി തോന്നുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. ആ ആളിൻ്റെ നിസ്സഹായ അവസ്ഥയോ, പ്രത്യേകിച്ച് പ്രീതി തോന്നുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് വേറെയും കുറേ കാര്യങ്ങളുണ്ട്. നാം ഇഷ്ടപ്പെടുന്ന എന്തൊക്കെയോ ആളിൽ ഉണ്ടാകുമ്പോൾ ആ ആളിനോട് നമുക്കൊരു പ്രീതി തോന്നുന്നു. അപ്പോൾ ദൈവത്തിന് എന്നോട് പ്രീതി തോന്നിയെന്ന് പറഞ്ഞാൽ എന്നിൽ എന്താ ഉള്ളത്? ഒന്നുമില്ല. ദൈവത്തിന് മനുഷ്യപ്രീതി. മൂന്നാമത്തെ കാരണം പറയുന്നത് ഇതാണ്. കാരണം അടുത്ത് പറയുന്നത് 6-ാം വാക്യത്തിൽ 5-ന്റെ ഒടുവിൽ തന്നെ നീതി പ്രവൃത്തികളാലല്ല അവൻ്റെ മൂന്നാമത്തെ കാരണം അവന് നമ്മോട് എന്ത് തോന്നി? കരുണ തോന്നി. പിടികിട്ടിയോ? ഇനി 4-ാമത് എന്തുവാ അവിടെ പറയുന്നത്? 6-ാം വാക്യം, നാം അവൻ്റെ കൃപയാൽ. അപ്പൊ 4 കാര്യം മറക്കല്ലേ. ദൈവത്തിൻ്റെ ദയ, മനുഷ്യനോടുള്ള പ്രീതി, അവൻ്റെ കരുണ, അവൻ്റെ കൃപ. മറക്കല്ലേ. 4 പ്രയോഗങ്ങളും മനസ്സിൽ കുറിച്ചോ, കല്ലിൽ കൊത്തിയതുപോലെ വെച്ചോ. ഈ 4 കാരണവും ആര് രക്ഷിക്കപ്പെട്ടുവോ ആ രക്ഷിക്കപ്പെട്ട ആളിൽ ദൈവത്തിന് ഉണ്ടായത് കൊണ്ടാണ്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തത്? രക്ഷിച്ചത്. കൃപ എന്നൊരു വാക്ക് കണ്ടല്ലോ. ഇത് കൃപായുഗമാണ്. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഇത് കൃപാകാലം. ദൈവം നമ്മെ രക്ഷിക്കുന്ന കാലം. ഒരുപക്ഷെ ഇന്ന് ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുന്ന ദിവസമായിരിക്കാം. രക്ഷിക്കപ്പെടാനായിട്ടുള്ള ദൈവത്തിൻ്റെ കൃപ നമ്മിൽ വ്യാപരിക്കുന്ന ഒരു ദിവസമായിട്ടും കൂടെ ഇതിനെ കരുതുക. അതുകൊണ്ടാണ് ദൈവം നമ്മെ രക്ഷിച്ചത്. അപ്പോൾ കാരണം അതാണ്. ഇനി ഉപാധി നിമിത്തം എന്തുമാണ്? അതും ആ വാക്യത്തിൽ പറയുന്നുണ്ട്. അതൊന്ന് ചുരുക്കി പറഞ്ഞ് ഞാനത് വിടുന്നതാണ്. ആ വാക്യത്തിൽ തന്നെ കാണാമല്ലോ. കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം നിത്യജീവൻ്റെ അവകാശികളാകെ. അത് എന്തിനു വേണ്ടി എന്നുള്ളതാണ് ആകേണ്ടതിന്. പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം. 2 ഉപാധി പറയുന്നുണ്ട്. ഒന്ന്
പുനർജനന സ്നാനം. ഇച്ചിരി കുഴയുന്ന ഒരു വാക്കാണ്. ഇതുപോലൊരു ക്ലാസ്സിനകത്ത് അത് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും വാക്യം വായിച്ച് കേൾപ്പിച്ചതുകൊണ്ട് ഒരു ചെറു വിശദീകരണം പറയാം. അവിടെ സ്നാനമെന്ന് പറയുന്നത് നാളെ നമ്മൾ പഠിക്കുന്ന വിഷയമാകുന്ന സ്നാനമല്ല. എവിടെ പറയുന്നത്? ഇവിടെ പറയുന്നത്. പിന്നെ അവിടെ പറയുന്നത് എന്താ? അവിടെ പറയുന്നത് കഴുകൽ. ഇപ്പം നമ്മൾ വെള്ളമെടുത്ത് നമ്മുടെ കൈയൊക്കെ കഴുകുമ്പോൾ പറയുന്ന ഒരു പ്രയോഗമുണ്ടല്ലോ. എന്താ പറയുക? ഞാൻ ദേഹം കഴുകി അല്ലെങ്കിൽ കൈ കഴുകി വൃത്തിയാക്കി എന്ന് പറയുമ്പോൾ ഒരു കഴുകൽ പ്രക്രിയയാണത്. അത് കുറച്ചുകൂടെ വ്യക്തതയോടെ എബേസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്. വായിച്ചാട്ടെ, എബേസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യമാണ്. വായിച്ചോ, എബേസ്യർ 5:26. അവൻ അവളെ വചനത്തോടു കൂടിയ വചനമെന്ന വെള്ളത്താൽ കഴുകി. അവിടെയും പറയുന്ന ആ സ്നാനം നമ്മൾ ഈ പറഞ്ഞ പോലെ മുഴുകൽ സ്നാനമല്ല, അത് കഴുകൽ എന്ന അർത്ഥത്തിലുള്ളൊരു വാക്കാണ്. അതിൻ്റെ വിശദീകരണമൊക്കെ പറ്റുമെങ്കിൽ നാളെ ആവശ്യമുണ്ടെങ്കിൽ ഞാനത് പറയും. അപ്പോൾ നമ്മൾ രക്ഷിച്ചത് ഒരു കാരണം 4 ഓർത്തു. അതിൻ്റെ ഉപാധി എന്ന് പറയുന്നത് വചനത്താലുള്ള കഴുകൽ. വചനത്താലുള്ള കഴുകൽ. ഒരാൾ രക്ഷിക്കപ്പെടണമെങ്കിൽ ആ ആൾ വചനത്താൽ കഴുകപ്പെടണം, വചനത്താൽ ശുദ്ധീകരിക്കപ്പെടണം. രണ്ടാമത് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം, പുതുക്കൽ പ്രക്രിയ. അപ്പോൾ ഒരാൾ രക്ഷിക്കപ്പെടണമെങ്കിൽ ആൾ പരിശുദ്ധാത്മാവിനാൽ എന്ത് ചെയ്യപ്പെടണം? പരിശുദ്ധാത്മാവിനാൽ പ്രവർത്തിപ്പിക്കപ്പെടണം, ക്രിയ ചെയ്യപ്പെടണം, നിങ്ങൾക്കറിയില്ലേ, പ്രപഞ്ച സൃഷ്ടി ഉണ്ടാകുന്നത് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പൊരുന്നിരിക്കൽ പ്രക്രിയയിലൂടെയാണ്. ഇതുപോലെ പുതിയ രീതിയിൽ ഒരു വ്യക്തി രൂപാന്തരപ്പെട്ട് രക്ഷിക്കപ്പെടണമെങ്കിൽ ആ ആളിൽ വ്യാപരിക്കേണ്ട പരിശുദ്ധാത്മാവിൻ്റെ ചലനാത്മക ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം, ക്രിയ ഉണ്ടാകണം. അങ്ങനെ രക്ഷിക്കപ്പെടാൻ പറ്റും. ഇപ്പം നമ്മൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ഇരിപ്പ് കണ്ടപ്പോൾ അതങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അതിൽ കൂടുതൽ അതിപ്പോൾ മനസ്സിലാകില്ല. ഇപ്പോൾ പറഞ്ഞ 2 കാര്യങ്ങൾ അല്ലേ ജോളി സാറേ? ഒരു കൂട്ടർക്കായിട്ടുണ്ട്, അവർക്കത് മനസ്സിലാകും. കാരണം ബാക്ക്ഗ്രൗണ്ടിൽ കിടപ്പുണ്ട് ഫേസിക്കലായിട്ട്. അതിൻ്റെ കൂടെ കേൾക്കുമ്പോൾ ഓക്കെ എന്താണെന്ന് മനസ്സിലാകും. അപ്പോൾ വീണ്ടും രക്ഷിക്കപ്പെടുവാനായിട്ട് നിമിത്തമായിട്ടുള്ളത് വചനത്താലുള്ള കഴുകലും പരിശുദ്ധാത്മാവിൻ്റെ നവീകരണ പ്രക്രിയ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് രക്ഷിക്കപ്പെടുന്നതിനുള്ള കാരണവും ഉപാധിയും. ഇനി അടുത്ത് നമ്മൾ ഇപ്പോൾ എത്രയായി നമ്മൾ കേട്ട് അത് ഇപ്പോൾ എനിക്ക് മറന്നു. ഒന്ന് രക്ഷയുടെ പ്രാധാന്യം, പിന്നെ 2 രക്ഷ എന്ന പദത്തിൻ്റെ അർത്ഥം, 3 രക്ഷയുടെ ആവശ്യകത, 4 രക്ഷയുടെ കാരണവും. ശരി, ഓക്കെ, കൊള്ളാം. അതിന് 5 രക്ഷിക്കപ്പെടുന്ന വിധം, രക്ഷിക്കപ്പെടുന്ന രീതി, എങ്ങനെയാണ് ഇതൊക്കെ പറഞ്ഞെങ്കിലും ആ സ്പോട്ട് പോയിന്റ് ഉണ്ടല്ലോ, എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത്, അതിൻ്റെ രീതി എങ്ങനെയാണ്, അത് മനസ്സിലാക്കണ്ടേ? അപ്പോൾ അതിന് നോക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 37-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 2:37 നോക്ക്. അപ്പോസ്തല പ്രവൃത്തികൾ 2:37. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോട് ഇവിടെ ഏത് വാക്യമായി ഇപ്പോൾ വായിച്ചത്? 37. ഇത് കേട്ടിട്ട് എന്ന് പറഞ്ഞാൽ അവിടെ കേട്ടത് എന്നതാണെന്നറിയാമോ? പത്രോസ് അപ്പോസ്തലൻ ചെയ്യുന്ന പ്രൗഢമായ പാപബോധത്തെ ഉണർത്തിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗം കേട്ടു, സുവിശേഷ പ്രസംഗം കേട്ടപ്പോൾ കേട്ടവരുടെ ഉള്ളിൽ എന്തുണ്ടായി എന്നാ പറയുന്നത്? ഹൃദയത്തിൽ ഹൃദയത്തിൽ കുത്തുകൾ. ഒരാൾ രക്ഷിക്കപ്പെടുന്ന രീതിയാണ് പറയുന്നത്, വചനാനുസൃതം, വചനത്തിൽ പറയുന്നതാണ് കേട്ടോ. ഇനി പരിശുദ്ധാത്മാവ് ആണ് ആ ആളിൻ്റെ ഉള്ളത്തിൽ കുത്തിയത്. പരിശുദ്ധാത്മാവ് ഈ നാളുകളിൽ ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ്. യോഹന്നാൻ 16:8 പറയുന്നു, അവൻ വന്ന്, പരിശുദ്ധാത്മാവ് വന്ന്
3 പ്രവൃത്തികൾ ചെയ്യും. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തും. ബോധവൽക്കരണം. എങ്ങനെ ബോധം വരുത്തും? പാട്ട് പാടുമ്പോൾ പാട്ടിലൂടെ ബോധം വരുത്തും. ഒരു ട്രാക്റ്റ് വായിക്കുമ്പോൾ അതിലൂടെ ബോധം വരുത്തും. ബൈബിൾ വായിക്കുമ്പോൾ അതിലൂടെ ബോധം വരുത്തും. ഒരു പ്രസംഗം കേൾക്കുമ്പോൾ, ക്ലാസ് കേൾക്കുമ്പോൾ അതിലൂടെ ബോധം വരുത്തും. അപ്പോൾ കുറ്റം ചെയ്തിരിക്കുന്ന ആളിൻ്റെ ഉള്ളിൽ ഒരു കുറ്റബോധം ഉണ്ടാകും, കുത്തുണ്ടാകും. കുത്തുണ്ടായപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. കുറച്ചു നേരമൊക്കെ അടങ്ങിയിരുന്നു, കുത്തുന്നു, സാരമില്ല എന്നൊക്കെ ചിന്തിച്ചിരുന്നു. പിന്നെയും ആത്മാവ് കേമിപ്പിക്കുന്നു, അപ്പോൾ ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവൾ അങ്ങോട്ട് എഴുന്നേറ്റ് ചോദിച്ചു, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടേ? ഞങ്ങൾ എന്ത് ചെയ്യണം? ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു വാക്യമാണ് അപ്പോസ്തല പ്രവൃത്തികൾ 16 അധ്യായം, അതിൻ്റെ 29-30 വാക്യം. 29-30 വാക്യം. 16-30. ആ ആ ആ ആ യജമാനന്മാരെ, സഹോദരന്മാരെ, ദേവദാസന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ അവിടെ ആദ്യം വായിച്ചത് അതാണ്. ഞങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പൊ ചോദിക്കുകയാണ്, ഞങ്ങൾ രക്ഷ പ്രാപിക്കാൻ, ഇവിടെ പറഞ്ഞതുപോലെ രക്ഷിക്കപ്പെടുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യാനാ പറഞ്ഞേ? കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ രക്ഷ പ്രാപിക്കും. രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? വളരെ പ്രഗത്ഭമായ, പ്രശസ്തമായ ഒരു ചോദ്യമായത്. ആരെങ്കിലും നമ്മോട് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം, രക്ഷിക്കപ്പെടുവാൻ ഒന്നും ചെയ്യണ്ട. ഒരിക്കലൊരു പെൺകുട്ടി ഒരു വലിയപ്പച്ചനോട്, ഉപദേശിയായ ഒരു ദൈവദാസനോട് ചോദിച്ചെന്നാണ്, അപ്പച്ച എനിക്ക് രക്ഷിക്കപ്പെടണം, ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ അയാൾ അല്പം രസത്തോടെ തിരിച്ചു പറഞ്ഞതാണ്, പക്ഷെ അത് സമയമായി പോയല്ലോ, ഇനിയൊന്നും ചെയ്തിട്ട് കാര്യമില്ല, ചെയ്യേണ്ടതെല്ലാം വേറൊരാൾ ചെയ്ത്. അങ്ങനെ കൊച്ചിൻ്റെ ചോദ്യത്തിന് രസമായൊരു ഉത്തരമാണ്. രക്ഷപ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട. അതാണ്. ചെയ്യണമായിരുന്നെങ്കിൽ ചെയ്യേണ്ടതെല്ലാം ചെയ്യേണ്ട സമയം കഴിഞ്ഞു. നമുക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചേർത്ത് വേറൊരാൾ നമുക്ക് പകരമായി ചെയ്തു കഴിഞ്ഞു. യേശു ക്രിസ്തു ക്രൂസിൽ ചെയ്തു കഴിഞ്ഞു, ഒരുക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്നതാ? അത് നമ്മൾ പറയുന്ന ഒരു ദൃഷ്ടാന്തമുണ്ട്. നമുക്ക് റേഷൻ കാർഡ് ഉണ്ടോ? വെള്ള, നീല, പിന്നെ മഞ്ഞ, ചുവപ്പ്, മഞ്ഞ, ഈ 4 കളറല്ലേ ഉള്ളൂ. ഈ 4 കളറിലുള്ളവർക്കും റേഷൻ കട വഴി കൊടുക്കാറുണ്ടല്ലോ. ഞാൻ വെള്ളക്കാരനാണ് കേട്ടോ. പട്ടിണി കിടന്നാലും ആള് മെച്ചമാണ്, വെള്ളയാ. അപ്പം ഞാൻ പറഞ്ഞത്, അപ്പം നമുക്കൊക്കെ അങ്ങനെ അരിയും പഞ്ചസാരയും ഗോതമ്പും മണ്ണെണ്ണയും അങ്ങനെ ഇങ്ങനെയൊക്കെ കിട്ടുമല്ലോ. മണ്ണെണ്ണയൊന്നും കിട്ടത്തില്ല, കുപ്പി കൊണ്ടുപോയാൽ മണ്ണെണ്ണയുടെ മണം കിട്ടും. മണം ഇതാ. അപ്പോൾ മൂക്കിൽ വയ്ക്കുമ്പോൾ ഇതാ, ഈ സാധനമാണ് മണ്ണെണ്ണ, അത്രയേ ഉള്ളൂ. അത്രയെങ്കിൽ അത്ര. അത് കിട്ടുന്നത് എങ്ങനെയാ? ഓരോ ആളുകളുടെയും വീട്ടിൽ കൊണ്ട് തരുമോ? പിന്നെ എന്ത് ചെയ്യണം? അത് കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ പോയി നമ്മുടെ ഭാഗത്തുള്ള റെക്കോർഡ് കാണിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഭാഗത്ത് ഒരുക്കിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് കിട്ടും. നമ്മളൊന്നും ചെയ്യണ്ട, അതവിടെ ഒരുക്കിയിട്ടുണ്ട്, ചെന്ന് പ്രാപിക്കുക, അത്രയേ ഉള്ളൂ. ഒരു ചെറിയ ദൃഷ്ടാന്തം ഞാൻ പറഞ്ഞതാണ്. ദൈവം ചെയ്തെല്ലാം എന്ത് ചെയ്തിരിക്കുന്നു? ഒരുക്കി വച്ചിരിക്കുന്നു. ഇനി ഞാൻ എന്ത് ചെയ്താൽ മതി? സ്വീകരിച്ചാൽ മതി. രക്ഷപ്രാപിപ്പാൻ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട. ചെയ്യേണ്ടതൊക്കെ ചെയ്ത് ഒടുക്കി വെച്ചിട്ടുണ്ട്. ഇനി നീ സ്വീകരിക്കണം. എങ്ങനെ? വിശ്വാസത്താൽ ഹൃദയത്തിലേക്ക് അതങ്ങ് ഏറ്റെടുക്കണം. നല്ല വാക്കാത്, ഏറ്റെടുക്കാമോ? ഏറ്റെടുത്തവർ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഞാൻ 14-ാമത്തെ വയസ്സിൽ അത് ഏറ്റെടുത്തതാ. ഇപ്പം 61 വയസ്സാകുന്നു. ഞാൻ അത് ഏറ്റെടുത്തു കഴിഞ്ഞു. ഇതുവരെയും ആ ബോധത്തിലാണ് ജീവിക്കുന്നത്. ഞാൻ കൈവിടപ്പെടത്തില്ല അവിടുത്തെ വരവെങ്കിൽ. ആ ബോധ്യവും പ്രത്യാശയും ദൈവം തന്നിരിക്കുന്നു. ദൈവത്തിന് മഹത്വം. അപ്പോൾ സ്വീകരിക്കേണ്ട വിധം മനസ്സിലായോ? അതിൻ്റെ ഒരു ഭാഗമാണ് ഞാനീ പറഞ്ഞത്. ഇനി എങ്ങനെയാണ് സ്വീകരിക്കേണ്ട വിധം? നമ്മളെല്ലാം മിക്കവാറും വായിക്കുന്ന ഒരു ഭാഗമാണ് റോമാലേഖനം 10-ാം അധ്യായം
അതിൻ്റെ 13 മുതൽ 15 വരെയുള്ള വാക്യം വായിച്ച് എങ്ങനെ രക്ഷിക്കപ്പെടുന്നതിൻ്റെ രീതി. റോമാലേഖനം 10-ാം അധ്യായം 13 മുതൽ. അതിൻ്റെ ക്രമം കണ്ടോ? വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അടുത്ത് എന്നുണ്ടല്ലോ, എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അടുത്ത് ഇവിടെ 5 പോയിന്റുകളുണ്ട്. രക്ഷിക്കപ്പെടേണ്ട ആ ക്രമം അവിടെ പറയുക. ഇനി നമ്മൾ ആ ക്രമം മനസ്സിലാക്കാൻ താഴെ നിന്ന് മുകളിലോട്ട് പോകും. നമ്മളിപ്പോൾ വായിച്ചത് മുകളിൽ നിന്ന് താഴോട്ട്. പക്ഷെ കാര്യം മനസ്സിലാക്കാൻ താഴെ നിന്ന് മുകളിലോട്ട് ചിന്തിച്ച് പോകണം. എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്? 15-ാമത്തെ വാക്യത്തിൽ ആരും അയക്കാതെ എങ്ങനെ, അതാണ് ക്രമം നമ്പർ 1. പ്രസംഗിക്കണം. ദൈവം അയച്ച് പോയി പ്രസംഗിക്കണം. വീട്ടിൽ ചെന്ന് പറയണം. ആളുകളോട് വ്യക്തിപരമായി പറയണം. എന്ത് പറയണം മക്കളെ? എന്ത് പറയണം? സുവിശേഷം പറയണം. സുവിശേഷം പറയണം. അയക്കാതെ ചെന്ന് പ്രസംഗിക്കാൻ പറ്റത്തില്ല. ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? അപ്പോൾ അയച്ചിട്ട് ചെന്ന് പ്രസംഗിക്കണം. 2-ാമത്തെ പോയിന്റ്, മുകളിലോട്ട് പോകാം. ആരും കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? അതിന് മുമ്പൊന്നുണ്ട്. പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? അപ്പോൾ അയക്കുന്നവൻ ചെന്ന് പ്രസംഗിച്ചാൽ ആ പ്രസംഗം എന്ത് ചെയ്യണം? കേൾക്കണം. അപ്പോൾ പ്രസംഗം കേൾവിയിലൂടെ വരുന്നു. അപ്പോൾ പ്രസംഗിക്കണം, പ്രസംഗിക്കുന്നത് കേൾക്കണം. 3 മുകളിലോട്ട് വരാം. കേൾക്കുന്നതിനെ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. കണ്ടോ? പ്രസംഗം, കേൾവി, അടുത്ത് വിശ്വാസം. അത് വിശ്വാസം വരുമ്പോഴത്തേക്ക് ഒരാൾ എന്ത് ചെയ്യും? വിളിച്ചപേക്ഷിക്കും. 5 വിളിച്ചപേക്ഷിക്കുന്നവൻ എന്ത് ചെയ്യും? നിങ്ങൾക്ക് പിടികിട്ടിയോ? ആ ഓർഡർ പിടികിട്ടിയോ? രക്ഷിക്കപ്പെടും. താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ 5 ആ ക്രമം പറയുന്നുണ്ട്. പോയി പ്രസംഗിക്കണം. 2 പ്രസംഗിക്കുന്നത് കേൾക്കണം. 3 കേൾക്കുന്നതിൽ വിശ്വസിക്കണം. 4 വിശ്വസിക്കുന്നത് എന്താ? വിളിച്ചപേക്ഷിക്കണം. വിളിച്ചപേക്ഷിക്കുന്നവൻ എന്ത് ചെയ്യും? രക്ഷിക്കപ്പെടും. അതാണ് ക്രമം. ഇതാണ് അതിൻ്റെ ക്രമം. ഇതിനെ നമ്മൾ വേറൊരു വാക്യത്തിൽ മിക്കവാറും പറയുമല്ലോ. റോമർ 10:9 തൊട്ട് മുകളിലുണ്ട്. നീ രക്ഷിക്കപ്പെടും, ഉറപ്പാ. അപ്പോൾ അതിൻ്റെ രീതി മനസ്സിലായോ? ഇങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത്. അല്ലാതെ സ്വപ്നം കണ്ടല്ല രക്ഷിക്കപ്പെടുന്നത്. രോഗം മാറിയിട്ടല്ല രക്ഷിക്കപ്പെടുന്നത്. അതൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ ഉപാധികളായിരിക്കാം. ഒരാളിന് ഒരു രോഗമുണ്ടായി, ആ രോഗം പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് മാറി, ഓക്കെ. ആ മാറുന്നതല്ല രക്ഷ. മാറിയതിലൂടെ കൂടുതൽ കർത്താവിനെ അറിഞ്ഞ് കർത്താവ് എന്തിനു ജീവിച്ചു മരിച്ചു എന്നൊക്കെ മനസ്സിലാക്കി യേശുക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷ ശരിക്കും മനസ്സിലാക്കിയാൽ ആളെന്ത് ചെയ്യും? ഞാനത് നിഷേധിക്കുന്നില്ല. പക്ഷേ രോഗം മാറുന്നതല്ല രക്ഷ. ഭൂതബാധ മാറുന്നതല്ല രക്ഷ. കുടുംബത്തിൽ അനുഗ്രഹം ഉണ്ടായതല്ല രക്ഷ. ചിലരോട് എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല. അവർ പറയുന്നത് പിന്നെ ഇതൊന്നും ഇല്ലാഞ്ഞിട്ടാണോ എനിക്കിതൊക്കെ ഉണ്ടായത്? അതിപ്പോൾ ഇവർക്ക് മാത്രം, എല്ലാവർക്കും അങ്ങനെയാണല്ലോ, യുക്തിവാദികൾക്കും അങ്ങനെയാണല്ലോ. രക്ഷ വേറെ. ഇതല്ല ഈ പറയുന്ന ഭൗതിക വിഷയങ്ങളല്ല രക്ഷ. അതൊക്കെ ദൈവം സൃഷ്ടാവ് എന്ന നിലയിൽ സൃഷ്ടികളോടുള്ള അവിടുത്തെ ഔദാര്യമാണ്. അത് ചെയ്യും. അത് വേറെ, ഇത് വേറെ. മനസ്സിലായോ? എത്ര പ്രധാനപ്പെട്ട ഒരു വിഷയമാണെന്ന് ഓർക്കുക. അപ്പം അങ്ങനെ രക്ഷിക്കപ്പെടും എന്നുള്ളത് ഉറപ്പായി. ഇനി ഇങ്ങനെ രക്ഷിക്കപ്പെട്ടാൽ എന്താണ് ഉറപ്പ്? രക്ഷിക്കപ്പെട്ടു എന്ന് എങ്ങനെ അറിയാം? ഉറപ്പുണ്ടോ? 3 വാക്യങ്ങൾ, 3 അല്ല, ഒരുപാട് പറയാനുണ്ട്. നമ്മൾ ഇന്ന് ഈ രക്ഷ എന്ന വിഷയമേ രക്ഷാതത്വശാസ്ത്രം, അങ്ങനെ ഒരു ഇതെന്തോന്ന് സോത്രിയോളജി അല്ലയോ? ഇത് ഏതിൻ്റെ? ഈ ബൈബിളിനെ മൊത്തമായി തിയോളജിക്കൽ പരമായി 10 ശാഖകളായിട്ടിങ്ങനെ വിഭജിച്ചിട്ടുണ്ട്. അതിൽ ഒരു പ്രബലമായ ശാഖയാണ് ഈ സോട്ടറിയോളജി എന്ന് പറയുന്നത്, രക്ഷാതത്വശാസ്ത്രം. അത് മാസങ്ങളോളം എടുത്ത് പഠിക്കുന്നതിന് ഇവിടെ 1 മണിക്കൂറിൽ പറയുക എന്ന് പറഞ്ഞാൽ പറ്റുമോ? പറ്റത്തില്ല. നമ്മൾ തിയോളജി അല്ല ഇവിടെ കേൾക്കുന്നത്. ആ വിഷയത്തിലുള്ള രക്ഷ എന്ന ഭാഗത്തെ ഒരാൾ രക്ഷിക്കപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് പറയേണ്ട ഭാഗങ്ങൾ എടുത്ത് ഇവിടെ എന്ത് ചെയ്യുന്നു? അത്രയേ ഉള്ളൂ. അപ്പം അതെല്ലാം പറയാൻ പറ്റത്തില്ലെന്നുള്ളത് പറയാനാണ് ഞാനിത് പറഞ്ഞത്. അതിനകത്ത് ചില ഭാഗങ്ങൾ പറയുന്നു. അപ്പോൾ
രക്ഷിക്കപ്പെടണം. അങ്ങനെ രക്ഷിക്കപ്പെട്ടു എന്ന് ഒരാൾക്ക് എങ്ങനെ ഉറപ്പ് വരുത്താം? ആരെങ്കിലും സർട്ടിഫിക്കറ്റ് തരുമോ? പക്ഷെ ഉണ്ട്, സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതിനെല്ലാം വചനത്തിലാണ്. ഒന്ന്, രക്ഷിക്കപ്പെട്ടു എന്ന് കേട്ടോ കുഞ്ഞുമക്കളെ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടുവെങ്കിൽ നിങ്ങൾക്ക് എന്താ ഉറപ്പെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കാം, പക്ഷെ അതിനെ വചനം കൊണ്ട് തെളിയിക്കാൻ നിങ്ങൾക്ക് ചിലപ്പോൾ കഴിഞ്ഞില്ലായിരിക്കാം. അതിന് കഴിയണം. മുതിർന്നവർക്കായാലും നമ്മൾ പലപ്പോഴും കേൾക്കുന്ന വാക്യമാണ്, പക്ഷെ ഇപ്പോൾ ഇങ്ങനെ കേൾക്കുമ്പോൾ അങ്ങനെയുണ്ടല്ലയോ അതിനകത്ത് എന്ന് മനസ്സിലാകുമെന്ന് ഞാൻ കരുതുന്നു. റോമർ 10:9 വീണ്ടും വായിച്ചോ. റോമർ 10:9. ഇതാണ് വാക്യം. ഇവിടെ എവിടെയാണ് രക്ഷിക്കപ്പെട്ടെന്ന് ഉറപ്പോടെ വായിച്ചിട്ട് ഉറപ്പെന്ന് ഞാൻ പറഞ്ഞതല്ലാതെ അവിടെ ഉറപ്പില്ലല്ലോ. പക്ഷെ ഉറപ്പുണ്ടല്ലോ അവിടെ വായിച്ചാൽ. ഹൃദയം അത് തന്നെയാണ്. വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെട്ടേക്കും എന്നല്ല പറയുന്നത്, രക്ഷിക്കപ്പെടാനാണ് സാധ്യത. അങ്ങനെയല്ല പറയുന്നത്. ഇങ്ങനെ ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പൊ അങ്ങനെ ചെയ്തവർക്ക് ഒരു കാര്യം ഉറപ്പാക്കിക്കൊള്ളാം, ഞാൻ എന്ത് ചെയ്തു? രക്ഷിക്കപ്പെട്ടു. പിടികിട്ടിയോ? നിങ്ങൾ പിടികിട്ടിയോ? യേശുവിനെ കർത്താവ് എന്ന് വാവുകൊണ്ട് ഏറ്റുപറഞ്ഞ് ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് ഏറ്റെടുക്കുന്ന ആൾ എന്ത് ചെയ്ത് കഴിഞ്ഞു? രക്ഷിക്കും. അങ്ങനെ ആരൊക്കെ ചെയ്തിട്ടുണ്ടോ അവർ രക്ഷിക്കപ്പെട്ടു. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്പാം. എന്താ തെളിവ്? ഈ വാക്യമാ തെളിവ്. പിന്നെന്തോ തെളിവ്? രണ്ടാമത്തെ ഉറപ്പിൻ്റെ രണ്ടാമത്തെ വാക്യം. ഉറപ്പ് എബേസ്യർ 2:8. അതും നമ്മൾ എപ്പോഴും കേൾക്കുന്ന വാക്യമാണ്. പക്ഷേ ഇങ്ങനെ ഒരു ചെറിയ ഇത് മനസ്സിലാക്കുക. എബേസ്യർ 2:8 വായിച്ച്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം പെട്ടിരിക്കുന്ന ഭൂതകാല പ്രക്രിയ. രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, രക്ഷിക്കപ്പെടാനിടയുള്ളതെന്നല്ല പറയുന്നത്, രക്ഷിക്കപ്പെട്ടു. അവിടെയും തിട്ടമായിട്ട് ഉറപ്പിച്ചും തറപ്പിച്ചും അവിടെ ബലപ്പെടുത്തി പറഞ്ഞിരിക്കുക. രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. മൂന്നാമത്തെ ഉറപ്പിൻ്റെ വാക്യം റോമർ 8:16. റോമർ 8:16 വാക്യം നോക്ക്. പോരെ. ഞാൻ രക്ഷിക്കപ്പെടുമ്പോൾ ആരുടെ മകനാകും? ദൈവത്തിൻ്റെ മകനാകും. അങ്ങനെ വാക്യമുണ്ടോ? ഉണ്ട്. യോഹന്നാൻ 1:12 അവനെ കൈക്കൊണ്ട് അതെ. എന്നിട്ട് ഇവിടെ പറയുന്നത് എന്തുവാ? നാം അങ്ങനെ മക്കളായതുകൊണ്ട് മക്കളായപ്പോൾ നമുക്ക് എന്ത് തരുന്നു? നമ്മൾ മക്കളെന്ന് നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവോട് എന്ത് ചെയ്യുന്നു? ഇത് അവരവരുടെ സാക്ഷ്യമാണ്. നിങ്ങളിൽ ആർക്കെങ്കിലും ഡൗട്ടുണ്ടോ? അല്ല, എല്ലാവർക്കും വേണ്ടി പറയുക. നിങ്ങളിൽ ആർക്കെങ്കിലും രക്ഷിക്കപ്പെട്ട ശേഷം എനിക്കൊരു ഡൗട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? തോന്നാൻ സാധ്യതയുണ്ട്. എപ്പോഴാ തോന്നാറുള്ള? ഒന്ന് സമ്മതിച്ചാൽ പിന്നെ അടുത്തൊന്ന് സമ്മതിക്കേണ്ടി വരും. പിടികിട്ടി നിങ്ങൾക്ക്? ഡൗട്ട് ഉണ്ടായെങ്കിൽ എപ്പോഴാണ് ഡൗട്ട് ഉണ്ടാകുന്നത്? എപ്പോഴാ? എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ സംഭവിക്കുമ്പോൾ, തെറ്റുകൾ സംഭവിക്കുമ്പോൾ, പാപം ഒക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് സാത്താൻ നമ്മെ കൊണ്ട് എത്തിക്കും. അപ്പോൾ നീ എന്ത് ചെയ്തതല്ല? രക്ഷിക്കപ്പെട്ടതല്ല, നീ പോക്ക, ഗുണപ്പെട്ടിട്ടില്ല. സംശയത്തിൻ്റെ കരിനിഴലിൽ നമ്മളെങ്ങ് കൊണ്ട് പെടുത്തുക. മനസ്സിലായോ? അത് ഞാൻ തള്ളിക്കളയുന്നില്ല. എന്ത് തള്ളിക്കളയുന്നില്ല? ഈ കുറ്റബോധം വരുന്നത് തള്ളിക്കളയുന്നില്ല. പക്ഷെ കുറ്റബോധം അനാവശ്യമായ അപജയത്തിലേക്ക് നമ്മളെ കൊണ്ട് കളയരുത്. അങ്ങനെ വരുമ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുക, എന്നാലും നീ ഒരു ദൈവ പൈതലായതുകൊണ്ടാണ് ഈ ഒരു വികാരം നിനക്ക്. ഏത് വികാരം? ഞാൻ തെറ്റിയോ, ഞാൻ പാപത്തിൽ വീണുപോയല്ലോ എന്നുള്ള. അതിന് മുമ്പ് അങ്ങനെ വരത്തില്ലല്ലോ. തെറ്റ് ചെയ്യുന്ന ആളിന് അതൊരു തെറ്റാണെന്ന് അറിയില്ലല്ലോ, മനസ്സിലാകുന്നില്ലല്ലോ. വിശ്വാസിക്ക് അവിശ്വാസിക്കുള്ള വ്യത്യാസം അതാണ്. ഒരു അവിശ്വാസി പാപം ചെയ്താൽ താൻ പാപം ചെയ്തു പോയെന്ന് ഇവിടെ ആരും കരഞ്ഞുകൊണ്ട് നടക്കുന്നില്ല. അവർക്ക് അങ്ങനെ ഒരു കുറ്റബോധമൊന്നുമില്ല. പക്ഷെ ഒരു വിശ്വാസി അങ്ങനെയല്ല. ഒരു കള്ളം പറഞ്ഞാൽ തന്നെ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിക്ക് ഞാൻ അങ്ങനെ പറഞ്ഞു പോയല്ലോ എന്നുള്ള
ഒരു കുറ്റബോധം മനസ്സിൽ വരും. ദൈവത്തിൻ്റെ ആത്മാവ് എനിക്കത് ബോധ്യപ്പെടുത്തി തരും. എന്നാലും അവൻ തള്ളിക്കളയാതെ, അത് ഞാൻ ലാസ്റ്റിൽ പറയും, ഇപ്പോൾ പറയുന്ന ഒരു പാകത്തിൻ്റെ മറുവശം അവസാനം പറയാം. അപ്പോൾ ഉറപ്പ് നമുക്ക് കിട്ടും. ഇനി വേഗം പോകുന്നതിന് 10 മിനിറ്റ് കൊണ്ട് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കും. കിടക്കുക വിഷയം. ഇനി രക്ഷിക്കപ്പെട്ടതിൻ്റെ ഫലങ്ങൾ എന്താണ്? ഇപ്പോൾ രക്ഷയുടെ ഉറപ്പ് കേട്ടു. ഇനി രക്ഷയുടെ ഫലങ്ങൾ അത് പറയണമെങ്കിൽ കുറഞ്ഞത് ഒരു ക്ലാസ് വേണം രക്ഷയുടെ ഫലങ്ങൾ പറയാൻ. അത്രയൊന്നും നമ്മൾ എടുക്കത്തില്ല. ഞാൻ പറഞ്ഞില്ല, ഈ 10 മിനിറ്റിനകത്ത് എല്ലാം കൂടി പറഞ്ഞങ്ങ് നിർത്തും. 9 മണിക്ക് മുമ്പേ പ്രാർത്ഥിച്ച് നിർത്തണം. അതാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ ഫലങ്ങൾ എന്താ? ഒന്ന് പത്രോസ് 2:1. ഫലങ്ങളിൽ 1, 2, 3 പറയത്തുള്ളൂ, വാക്യങ്ങൾ മാത്രം. 1 പത്രോസ് 2:1 വായിച്ചേ. ഇപ്പോൾ ജനിച്ച ശിശു പോലെ രക്ഷയ്ക്കായി വളരുവാൻ, പാൽ കുടിപ്പാൻ വാഞ്ച. ജനിച്ചുവെങ്കിൽ, രക്ഷിക്കപ്പെട്ടുവെങ്കിൽ ആ ആളിൽ ഉണ്ടാകുന്ന ഒരു ഫലം ആളെന്ത് ചെയ്യും? വാഞ്ചിക്കും. എന്തോന്ന് വാഞ്ചിക്കും? പാല് കുടിക്കാൻ വാഞ്ചിക്കും. ഒരു കുഞ്ഞ് ജനിച്ചാൽ കുഞ്ഞ് കരയും. ജനിച്ചാൽ കുഞ്ഞെന്ത് ചെയ്യും? ജീവനുണ്ടെങ്കിൽ കുഞ്ഞെന്ത് ചെയ്യും? കരയും. രക്ഷിക്കപ്പെട്ടാൽ രക്ഷിക്കപ്പെട്ടവൻ കരയും. അയ്യോ ഞാൻ രക്ഷിക്കപ്പെട്ടു പോയേ എന്നല്ല കരയുന്നത്. പിന്നെ അതിൻ്റെ അർത്ഥം, അതിൻ്റെ ഫലം അതാ. കരച്ചിലറിയാം. അതിൻ്റെ ഒരു ഫലമാണ് കുഞ്ഞ് കരയുന്നത്. എന്തിനാണ്? എനിക്കിപ്പോൾ ഒരു ചിക്കൻ ബിരിയാണി വേണമെന്നല്ല കുഞ്ഞ് കരയുന്നത്. പിന്നെ എന്തിനാ കുഞ്ഞ് കരയുന്നത്? അമ്മയുടെ പാല് കിട്ടാനാണ് കരയുന്നത്. ഇതുപോലെ ആത്മീയമായി രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി അവൻ പാല് കുടിക്കാൻ വാഞ്ചിക്കും. യാമങ്ങളെ കാത്തിരിക്കുമെന്നാണ് 119 സങ്കീർത്തനത്തിൽ പറയുന്നത്. ഞാൻ എടുത്തു പറയാം ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങളോട്, പ്രത്യേകിച്ച് കൊച്ചുമക്കളോട്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് നിങ്ങളുടെ ഫലം കൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കാൻ, ഞങ്ങളെന്ന് പറയുമ്പോൾ ഞങ്ങളെല്ലാം അങ്ങ് ആയി എന്നുള്ള അർത്ഥത്തിൽ പറയുന്നത് ധരിക്കരുത്. പ്രത്യേകിച്ച് ഇളയവരോടൊരു പ്രബോധനം എന്ന നിലയിൽ പറയുക. നിങ്ങളിൽ കാണേണ്ട ഒരു ഫലം ഇതിനു വേണ്ടിയുള്ള വാഞ്ച. ഞാനിവിടെ വന്ന് കൂടിയിരിക്കുന്ന ചിലരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വളരെ ദൂരെ നിന്ന് എന്തിനാ ഇവിടെ വന്ന ഈ മഴ സമയത്ത് പകൽ പണിക്കൊക്കെ പോയിട്ട് വണ്ടി ഓടി അല്ലേ? പ്രത്യേകിച്ച് ചീനിവിളയിൽ നിന്ന് വന്ന സഹോദരങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന പലയിടത്തും അവരെ കാണാറുണ്ട്. പലരും വരാതെ ഇരിക്കുമ്പോൾ, വിമുഖത കാണിക്കുമ്പോൾ, ഭേദങ്ങളൊന്നുമില്ലാതെ പലയിടത്തും പ്രത്യക്ഷപ്പെടുന്ന സഹോദരങ്ങൾ. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുന്നു, രക്ഷിക്കപ്പെട്ടതിൻ്റെ ഒരു ഫലമാണത്. വചനം പഠിക്കാനുള്ള ഒരു വാഞ്ച. ഇന്നിത് കുറവാണ്. ഇന്ന് വചനം വായനയൊക്കെ കുറവാണ്. എല്ലാം ഇപ്പോൾ ഞോണ്ട് പരിപാടിയിലേക്ക് പോയി അല്ലേ? അതിലുണ്ടല്ലോ എന്നാണ് പറയുന്നത്. അതിലുള്ളത് അവിടെ. ഈ ആപ്പ് ബൈബിള് ഇതുപോലെ ഫലം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആപ്പ് ബൈബിളിൽ രൂത്തിനെ എടുക്കുമ്പോൾ ഇറങ്ങി വരുന്നത് ശാലിനിയായിരിക്കും. പിടികിട്ടിയോ? പിന്നെ ശാലിനിയെ കുറച്ച് നേരം കണ്ടിട്ട് വരാൻ എസ്തറിലേക്ക്. അപ്പോൾ കാണാം പാർവതി ഇറങ്ങി വരും. പാർവതിയും കൂടെ കുറച്ച് നേരം കാണുക. ഇങ്ങനെ കണ്ട് എന്തിനാ വെറുതെ. അപ്പോൾ മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അപ്പോൾ ദൈവവചനം വായിപ്പാൻ കുടിപ്പാനുള്ള ഒരു വാഞ്ച. പിന്നെ വായിക്കുന്നത് രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ വ്യക്തിപരമായി നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് കാണുമോ? അവർ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതിനേക്കാൾ, മൊബൈൽ ഉപയോഗിക്കുന്നതിനേക്കാൾ നിങ്ങൾ നോക്കുമ്പോൾ അത് വേദപുസ്തകമായി ഇരുന്ന് എന്ത് ചെയ്യുന്നു? ധ്യാനിക്കുന്നു. അത് കാണുമ്പോൾ കാണുന്നവരുടെ ഉള്ളിൽ ഒരു നാരങ്ങ വെള്ളം കുടിച്ചതിൻ്റെ ഒരു സുഖം. അങ്ങനെയുള്ള കാഴ്ചകൾ ഇന്ന് നമ്മുടെ ഇടയിൽ കുറവാണ്. ഇല്ല എന്ന് തീർത്ത് പറയാൻ പറ്റത്തില്ല, ഉണ്ട്. പക്ഷെ കുറവാ രക്ഷയുടെ ഫലം. പിന്നെ ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്, പറഞ്ഞാൽ അതൊന്നും പറഞ്ഞ് തീരത്തില്ല. 2 കൊരിന്ത്യർ 5:17 രക്ഷയുടെ ഫലമാണ്. അറിയില്ലേ? മനപ്പാഠവാക്യമല്ലേ? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് പുതിയ സൃഷ്ടി. സകല അടിമുടി വ്യത്യാസം, മാറ്റം വരും. ആട്ടെ, ഞാൻ 2 ഫലങ്ങളെ പറഞ്ഞുള്ളൂ. പറയാൻ 7-8 ഫലങ്ങൾ എഴുതി. അതാ പറഞ്ഞത്, അത് ഒരു ക്ലാസ്സാണ്
രക്ഷയുടെ ഫലങ്ങൾ. അപ്പോൾ ഇത്രയും മതി എന്ന് ഞാൻ ഓർക്കുന്നു. അവസാനം രക്ഷയുടെ ഭദ്രത. ഇനി അത് തെറ്റാണ്, അങ്ങനെ പറയുന്നത് തന്നെ തെറ്റെന്നാണ് ആദ്യമേ ഞാനങ്ങ് പറയാം. കാരണം ഭദ്രതയുടെ ഭദ്രത എന്ന് പറയേണ്ട ആവശ്യമുണ്ട്. എന്താ സാറേ? ഭദ്രതയുടെ ഭദ്രത അങ്ങനെ ആവശ്യമില്ല. ഭദ്രത ഓക്കെ, ഭദ്രതയാണ്. രക്ഷ എന്ന് പറഞ്ഞാൽ തന്നെ എന്നതാണ് ഭദ്രത. അത് ഉറപ്പാ, 100% ഗ്യാരണ്ടിയായി. ഞാൻ രക്ഷിക്കപ്പെട്ടു. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? എന്തുവാ? ഞാൻ രക്ഷിക്കപ്പെട്ടു, ഉറപ്പായി. ആ രക്ഷ പിന്നെ നഷ്ടപ്പെടുന്നത് എങ്ങനെ? അതുകൊണ്ട് നമ്മൾ പറയുന്ന ഒരു ആശയത്തിന് വേണ്ടി പറയുന്നുവെങ്കിലും രക്ഷയുടെ ഭദ്രത എന്ന് പറയേണ്ട കാര്യമില്ല. രക്ഷ ഭദ്രതയാണ്. എന്നാലും ഇന്ന് ചില ആളുകൾ ഈ രക്ഷ നഷ്ടപ്പെടുമെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. ഏതായാലും ബ്രദറുകാരങ്ങനെ പഠിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സമാനമായ ചില സഭാവിഭാഗങ്ങളും കൂടി ഉണ്ട് അങ്ങനെ പഠിപ്പിക്കാറില്ല. എനിക്കൊന്നും ബാപ്റ്റിസ്റ്റുകാർ അങ്ങനെ പഠിപ്പിക്കുമോ? ഇല്ല. വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബാക്കി പെന്തക്കോസ്തുകാർ ഉൾപ്പെടെ മിക്കവാറും സഭകൾ ഇന്ന് പഠിപ്പിക്കുന്നത് രക്ഷ നഷ്ടപ്പെടുമെന്നാണ്. അവർ പഠിപ്പിക്കുന്നത് കോഴിമുട്ട പോലെയാണ് രക്ഷ. കയ്യിൽ നിന്ന് താഴെ പോയാൽ പൊട്ടിപ്പോയി. ഇല്ല, അങ്ങനെ പൊട്ടിയൊന്നും പോകത്തില്ല. രക്ഷ നഷ്ടപ്പെടുകയില്ല. എന്താണ് ഉറപ്പ്? പിന്നെ എത്രയോ എന്തോ ഒരു ഉറപ്പാ. അത് മാത്രം തന്നെ മണിക്കൂറുകൾ പറയേണ്ട ഒരു വിഷയമാണ്. രക്ഷ ഭദ്രമാണ്. ഞാൻ ദൈവത്തെ പിടിച്ചു തൂങ്ങി നിൽക്കുന്നതല്ല, അവൻ എന്നെ എന്ത് ചെയ്തിരിക്കുന്നു? വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. നോക്കിക്കൊരു വാക്യം, ഒരു വാക്യമല്ലോ പറഞ്ഞല്ല, അത് ഒരുപാട് വാക്യങ്ങളുള്ളതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 5:24 നോക്ക്. യോഹന്നാൻ 5:24. യോഹന്നാൻ 5:24. കർത്താവ് പറയുന്ന വാക്കാണ്, എൻ്റെ വചനം കേട്ട് അവൻ ന്യായവിധിയിലാകാതെ സ്തോത്രം. ഇത് കർത്താവിൻ്റെ വാക്കിനെ അവിശ്വസിക്കരുത്. എൻ്റെ വാക്ക് കേട്ട് എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ മരണത്തിന് ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടക്കുമെന്നല്ല, പിന്നെ കടന്നു കഴിഞ്ഞു, ഒക്കെ ആക്കി കഴിഞ്ഞു. ഇനി ഇതിനെ പോലെ ദൃഢീകരിച്ച് പറയാൻ എത്രയോ വാക്യങ്ങളുണ്ട്. നഷ്ടപ്പെടുകയില്ല. ഇത് പറയുമ്പോൾ ചിലർ പറയുന്നത് ഇങ്ങനെ പറയരുത്. ചില ആളുകൾ പറയുന്നത് സംഭവം ശരിയാണെങ്കിലും അത് നമ്മൾ തമ്മിലങ്ങ് അറിഞ്ഞിരുന്നാൽ മതി, സഭയിൽ ഇത് പറയരുത്. പ്രത്യേകിച്ച് ഇത് പിള്ളേരൊക്കെ കൂടിയിരിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞുകൂടെന്നാണ്. എങ്ങനെ പറഞ്ഞുകൂടാ? രക്ഷ നഷ്ടപ്പെടുകയില്ല എന്ന് പറഞ്ഞുകൂടെന്ന. പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർ പാപം ചെയ്യും. കാരണം ഗ്യാരണ്ടി ആണല്ലോ. എന്ത് പാപം ചെയ്താലും ഞാൻ രക്ഷ നഷ്ടപ്പെടില്ല. അങ്ങനെ ആ ഉറപ്പുള്ളത് കൊണ്ട് ആ ഉറപ്പിന്മേൽ പാപം ചെയ്യുമെന്ന് പേടിക്കുക. അങ്ങനെ ചെയ്യുമോ? നമ്മളെ വീടിന് തീ കത്തിയാൽ ഗവൺമെൻറ്റിൽ നിന്ന് സൗജന്യമായ ഒരു ഒരു സഹായം നമുക്ക് ലഭിക്കും. സഹായമല്ല, ആ തീ അണയ്ക്കാനുള്ള ഒരു മാർഗമുണ്ട്. അതിനെന്ത്, ഈ ഫയർ ഇല്ലേ? തീ വെച്ചിട്ട് അവരെ വിളിച്ചു പറഞ്ഞാൽ മതി. അവരൊന്ന് എന്ത് ചെയ്യും? കൈ മുറിച്ചു കഴിഞ്ഞാൽ സർക്കാർ ആശുപത്രിയിൽ പോയാൽ കൈ എന്ത് ചെയ്യും? വെച്ച് കെട്ടി തുന്നി ചേർത്തൊക്കെ തരും. അതുകൊണ്ട് ഒരു പരീക്ഷണം ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ഏതായാലും കൈ അങ്ങ് മുറിച്ചിട്ട് അങ്ങോട്ട് പോകാം. ചെയ്യുമോ? പുരയ്ക്ക് തീ വയ്ക്കുമോ? അയ്യോ, ദയവേത് ഞാൻ പറഞ്ഞെന്നും പറഞ്ഞ് ചെയ്ത് കളയല്ലേ. സുബോധമുള്ള ഒരാളും അങ്ങനെ ചെയ്യില്ല. സൗജന്യ സേവനം പ്രാപിപ്പാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുമോ ആരെങ്കിലും? ചെയ്യില്ല. അങ്ങനെ ഇതിങ്ങനെ നഷ്ടപ്പെടില്ല എന്ന് പഠിപ്പിച്ചാലാണ് അവർക്ക് കുറച്ചുകൂടെ പ്രാഗൽഭ്യത്തോടെ ദൈവത്തെ സേവിക്കാൻ കഴിയുള്ളൂ. മറ്റതെന്താണെന്നറിയാമോ? ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ആൾക്ക് ഓൾറെഡി ഒരു ചിന്ത വന്നു കഴിഞ്ഞു, എൻ്റെ രക്ഷ പോയി, പിന്നെ ഇനി ഞാൻ കടിച്ചു തൂങ്ങി കിടന്നിട്ട് അവൻ 100% അവൻ എങ്ങോട്ട് പോകും? പിന്നെ എങ്ങോട്ട് പോകും? ഏതായാലും ഓൾറെഡി ഞാൻ പോയല്ലോ, എനിക്ക് എൻ്റെ രക്ഷ നഷ്ടപ്പെട്ടല്ലോ. അപ്പം ഞാൻ രക്ഷ നഷ്ടപ്പെട്ട ആളാണ്. അപ്പം ഇനി അങ്ങ് പാവം ചെയ്ത് ജീവിക്കാം, അല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ. എങ്ങനെയുണ്ട്? ആകെ രക്ഷ നഷ്ടപ്പെടുമെങ്കിൽ നമ്മൾ എന്തിനാ ഈ സുവിശേഷ യോഗത്തിൻ്റെ ഒടുവിൽ ഇനി ആരെങ്കിലും ഉണ്ടോ കൈ പൊക്ക്? അപ്പോൾ അവനോട് പറയണം, കൈ പൊക്കിയാലൊക്കെ ശരിയാ, ചെയ്ത് വീട്ടിൽ പോകുമ്പോൾ ചിലപ്പോൾ ഇതെന്ത് ചെയ്യും?
അങ്ങനെ പറയുമോ? നഷ്ടപ്പെട്ടവരാരെങ്കിലും ഇന്ന് വരെ ഏറ്റു പറഞ്ഞിട്ടുണ്ട്, എൻ്റെ രക്ഷ നഷ്ടപ്പെട്ടു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്? അത് പറയത്തുമില്ല. എന്നാൽ ഇങ്ങനെ പറയുകയും ചെയ്യുക. ആട്ടെ, ഞാൻ വിടുന്നു. രക്ഷ നഷ്ടപ്പെടത്തില്ല. രക്ഷ തന്നെയാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഈ വിഷയത്തിൽ നിങ്ങൾക്കൊരു വ്യക്തത വന്നു എന്ന് കരുതുന്നു. അപ്പോൾ ദൈവവചനത്തിൽ വളരെ അടിസ്ഥാനപരമായ ഒരു വിഷയത്തിൻ്റെ ചില ഭാഗങ്ങൾ നമ്മളിവിടെ കേട്ടു. ഇത് സമുദ്രം പോലുള്ളൊരു വിഷയത്തിൻ്റെ ചിലത് അവിടെ ഇവിടെ നിന്ന് ഒരു വിഷയ ക്രോഡീകരണം എന്ന നിലയിൽ നമ്മളിവിടെ കേട്ടതിൽ സന്തോഷമുണ്ട്. ഇതിൻ്റെ അടുത്ത ഘട്ടം, രക്ഷയുടെ അടുത്ത ഭാഗം സ്നാനം, നമുക്ക് നാളെ രാത്രിയിലിരുന്ന് ഇതുപോലെ കേൾക്കാം.